നമ്മളങ്ങനെ ഈ ക്യാമ്പിൻ്റെ അവസാന സെഷനിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. എത്ര നല്ല 2 ദിവസങ്ങളായിരുന്നല്ലേ, അല്ലെങ്കിൽ എത്ര നല്ല മണിക്കൂറുകളാണ് നമുക്ക് കടന്നുപോയത്. ധാരാളം ദൈവവചനം കേട്ടു. വളരെ ആഴത്തിലുള്ള, വളരെ പ്രാക്ടിക്കലായ, നമ്മുടെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങളെയൊക്കെ എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന നല്ല നല്ല വചന സന്ദേശങ്ങൾ നമ്മൾ കേട്ടു. നല്ല പാട്ടുകൾ പാടി, മനോഹരമായ പാട്ടുകൾ പാടി നമ്മൾ ദൈവത്തെ ആരാധിച്ചു. നല്ലൊരു സാക്ഷ്യം കേട്ടു. മനോഹരമായ കൂട്ടായ്മയെ ആചരിച്ചു. ഗെയിം വരെ നമ്മൾ കളിച്ചു. അങ്ങനെ നമ്മൾ ആത്മീയമായിട്ട് ബലപ്പെട്ടു. മാനസികമായി നമ്മൾ വളരെ ഫ്രഷായിരിക്കുന്ന നല്ലൊരു അവസ്ഥയാണിപ്പോഴും. പിന്നെ എന്താണിപ്പോൾ ഇങ്ങനെ ഒരു സബ്ജക്റ്റ്, ഇങ്ങനെ ഒരു തീം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എല്ലാവരും വളരെ ബലപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയല്ലേ, അപ്പോഴെന്തിനാണ് ചഞ്ചലപ്പെടാതിരിപ്പിൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും കൊണ്ട് ലാസ്റ്റ് ഞാൻ വന്നിരിക്കുന്നതെന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം. നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ വളരെ നോർമലായിട്ട് ജീവിച്ചു പോകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യും. അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ ഒരുപക്ഷെ കടന്നു വരാം. ഞാനും അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ എൻ്റെ ജോലി, ശുശ്രൂഷകൾ അങ്ങനെ പോവുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ വിഷയം തന്നത്, ചഞ്ചലപ്പെട്ടു പോകരുത്. എന്താണേലും അങ്ങനെ പോയെടുത്ത് ദൈവം എന്നെ ഒരവസ്ഥയിലൂടെ കടത്തി വിട്ടിട്ട് എന്നോട് പറഞ്ഞു ചഞ്ചലപ്പെട്ടു പോകരുതെന്ന്. എനിക്ക് നല്ല ജോലിയിൽ വളരെ തിരക്കുള്ളൊരു സമയമായിരുന്നു കഴിഞ്ഞ മാസം. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ക്ലാസ്സിനൊക്കെ റെഡിയാകണം, പ്രാർത്ഥിച്ചൊക്കെ ഒരുങ്ങണം എന്ന് വിചാരിച്ച സമയത്ത് പെട്ടെന്നാണ് എൻ്റെ മദറിലോ ഹസ്ബൻഡിൻ്റെ അമ്മ വയ്യാണ്ടായത്. അത് ചെറിയ രീതിയിലല്ല, പെട്ടെന്ന് സിക്കായി, ഹോസ്പിറ്റൽ ICUയിലായി, വെന്റിലേറ്ററിലായി, വളരെ ക്രിട്ടിക്കലായി. നിന്ന നിപ്പിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് യാത്രയായി. പിന്നെ ഈ കഴിഞ്ഞ 2.5 ആഴ്ചയോളം ഞാൻ അവിടെയായിരുന്നു. ഓൾമോസ്റ്റ് ഇടയ്ക്ക് 1-2 ദിവസം ഇവിടെ വന്ന് തിരുവനന്തപുരത്തേക്ക് വന്നു എന്നല്ലാതെ മിനിഞ്ഞാന്ന് രാവിലെയാണ് ഞാൻ തിരിച്ച് ക്യാമ്പ് ഉള്ളതുകൊണ്ട് തിരിച്ചെത്തിയത്. അപ്പം നിങ്ങൾക്കൊന്ന് ഊഹിക്കാമല്ലോ എന്തായിരുന്നു ഞങ്ങൾ കടന്നുപോയ അവസ്ഥയെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ വലിയ കൃപയാലും അനേക സഹോദരന്മാരുടെ പ്രാർത്ഥനയാലും ഇന്നിപ്പോൾ ഈ സമയത്ത് ഇവിടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. അപ്പോൾ എന്നെ ഒരു ജീവിതാവസ്ഥയിലൂടെ കടത്തിവിട്ട് തന്നെ ദൈവം ഈ ഒരു ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഒരു വാക്യം കേൾക്കുമ്പോൾ ഇപ്പോൾ സഹോദരി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ എല്ലാം മനസ്സിലുള്ളത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രതിസന്ധികൾ, അതുപോലെ പ്രതിബന്ധങ്ങൾ, വളരെ പ്രശ്നങ്ങൾ, സാമ്പത്തിക ഞെരുക്കമാകാം, രോഗമാകാം, ബന്ധങ്ങളിലെ തകരാറുകളാകാം, ഭാവിയെ പറ്റിയുള്ള ആകുലതകളാകാം. ഇതെല്ലാം വരുമ്പോൾ നമ്മളതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്, നമ്മളങ്ങനെ ചഞ്ചലിച്ചു പോകാതെ നമ്മൾ എങ്ങനെയാണ് അതിനെയൊക്കെയും നേരിടേണ്ടത് എന്ന് ഉള്ളൊരു വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒന്നും ആവശ്യമുള്ളവരല്ല എൻ്റെ മുന്നിലിരിക്കുന്നത്. നിങ്ങളെല്ലാം വളരെ ആത്മീയമായിട്ട് ബലമുള്ള സഹോദരന്മാരാണ്. ഞാൻ ഈ വാക്യം ബൈബിളിൽ എവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നോ ആ കോണ്ടെക്സ്റ്റിൽ വെച്ച് നമുക്കൊരുമിച്ച് ചിന്തിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ചഞ്ചലപ്പെട്ടു പോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നുള്ള ഈ ഒരു വചനം നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലാണ്. മത്തായി 24-ന്റെ ആ ഒരു അധ്യായം ഫുൾ നമ്മൾ വായിക്കണം. നമ്മൾ ഈ ക്ലാസ്സിൽ അതാണ് ചിന്തിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. കാരണം ഇതുവരെ അല്ലെങ്കിൽ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയല്ല, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ പ്രവചനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണത്. അപ്പം അതിനെപ്പറ്റി ഒത്തിരി ഡെപ്തിലൊന്നും പോകാനുള്ള അറിവും പരിജ്ഞാനവും ഒന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ആ സാഹസത്തിലേക്ക് പോകുന്നില്ല. അതിനകത്ത് കുറച്ച് മുന്നറിയിപ്പുകൾ പറയുന്നുണ്ട്. ആ മുന്നറിയിപ്പുകളാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിലെ ഒന്നാമത്തെ മുന്നറിയിപ്പാണ്, അല്ലെങ്കിൽ അതിലെ ഒരു മുന്നറിയിപ്പാണ് ചഞ്ചലപ്പെട്ടു പോകാതിരിപ്പിൻ എന്നുള്ളത്. ചഞ്ചലപ്പെടുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് മലയാളത്തിൽ നമ്മുടെ പല ഐഡിയ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ അത് ഇംഗ്ലീഷിൽ നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടു, നോട്ട് ടു ബി ട്രബിൾഡ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു അർത്ഥം മനസ്സിലാവുന്നത്, അതായത് കുഴങ്ങിപ്പോകരുത്, നമ്മളങ്ങനെ പ്രയാസപ്പെട്ടു പോകരുത്, എന്ത് പറ്റും, എന്ത് ചെയ്യും, എന്തൊക്കെയായിരിക്കും എന്നൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഒരു ഭാരം അല്ലെങ്കിൽ ആ ഒരു പ്രയാസത്തെയാണ് ചഞ്ചലപ്പെടുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ മത്തായി 24 വായിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ യേശുവും ശിഷ്യന്മാരും കൂടി ഇങ്ങനെ നടന്നു പോകുന്നു. യെരൂശലേം ദേവാലയത്തിൻ്റെ മനോഹരമായ പണികൾ കണ്ട് അതിനെ ഇങ്ങനെ വർണ്ണിച്ച് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്നു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇതൊക്കെയും നശിക്കുമെന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ ശിഷ്യന്മാർ ഞെട്ടിപ്പോയി. അങ്ങനെ ശിഷ്യന്മാർ വിചാരിക്കും, അയ്യോ ഇതൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ശിഷ്യന്മാർ തനിച്ച് കർത്താവിൻ്റെ അടുക്കൽ ചെന്നതായിട്ട് നമ്മൾ 24:3 കാണുന്നു.
എന്നിട്ട് അവിടെ ചെന്ന് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് വിശദമായിട്ട് അനേകം അടയാളങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, അടയാളങ്ങളും പ്രതിഭാസങ്ങളും എല്ലാം കർത്താവ് പറഞ്ഞു കൊടുത്തു. അപ്പം ആ കൂട്ടത്തിലാണ് ഈ മുന്നറിയിപ്പുകളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 24:6 നമ്മളുടെ വാചനമുള്ള വേദഭാഗം കിടക്കുന്നത്. 24:6 വായിക്കാം. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ, അത് സംഭവിക്കേണ്ടത് തന്നെ. ഇതിന്റെ പാരലായിട്ട് നമുക്ക് ലൂക്കോസ് 21:8 നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത്, അത് ആദ്യം സംഭവിക്കേണ്ടത് തന്നെ. ഇനി മർക്കോസിലേക്ക് വന്നാൽ മർക്കോസ് 13:7-8 കാണുന്നത്, ഭ്രമിച്ചു പോകരുത്, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, അവിടെ ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും, അത് ഈറ്റുനോവിൻ്റെ ആരംഭം അത്രേ. ഈറ്റുനോവിൻ്റെ ആരംഭം എങ്ങനെയാണെങ്കിൽ പ്രസവവേദന എന്തായിരിക്കും അല്ലേ? കർത്താവ് ഇത് പറഞ്ഞത് 2000 വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞപ്പോഴേ ശിഷ്യന്മാർ വിചാരിച്ചു ഉടനെ ഇതൊക്കെ സംഭവിക്കുമെന്ന്. അന്ന് മുതൽ ചെറിയ ചെറിയ രീതിയിൽ ഇതെല്ലാം കണ്ടു തുടങ്ങി. കാരണം നമ്മൾ യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോൾ പറയുന്നുണ്ട്, അന്ത്യനാഴികയിൽ എതിർക്രിസ്തു വരും, പക്ഷെ എതിർക്രിസ്തുവിൻ്റെ ആത്മാവ് ഇപ്പോഴേ ലോകത്തിലുണ്ട് എന്ന് AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ രേഖപ്പെടുത്തി. പക്ഷെ ഇന്ന് നമുക്കത് ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുകയാണ് ഇത് അന്ത്യനാഴികയാണ് എന്നുള്ളത്. അപ്പം 2000 വർഷം ഇങ്ങനെ കടന്നു പോന്നു. അപ്പം നമ്മൾ അന്ത്യനാഴികയിലേക്ക് ഏറ്റവും 2000 വർഷം കൂടി നമ്മൾ അടുത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ ആ ഒരു ഗൗരവത്തോടു കൂടി വേണം നമ്മൾ ഈ ക്ലാസ്സിലിരിക്കാനും ഇതിലെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനും. ഇപ്പം തന്നെ നമ്മൾ നോക്കിക്കേ, രാജ്യങ്ങൾക്കുള്ളിലും രാജ്യങ്ങൾ തമ്മിലും എന്തുമാത്രം യുദ്ധങ്ങളാണല്ലേ. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കുമെന്ന് നമ്മൾ ഒരു 20 വർഷം മുന്നേ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇത്രയൊന്നും തോന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിച്ചാൽ അതെങ്ങനെയാണ്? നമ്മൾ 2-3 വർഷമായിട്ട് കേൾക്കുന്നതാണ് റഷ്യ-യുക്രൈൻ യുദ്ധം. അതിന്നും അടങ്ങിയിട്ടില്ല. പിന്നെ ഇതാ വരുന്നു ഇസ്രായേൽ പലസ്തീൻ യുദ്ധം, ഹമാസുമായിട്ടുള്ളത്. അത് വളരെ ഭീകരമായിരുന്നു. അത് ഒരുവിധം വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ചു എന്നെല്ലാം ഓർത്ത് അന്ന് ലോകം പറഞ്ഞത് ആ ലോകം അവസാനിക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെ ക്രിസ്ത്യൻ വേൾഡിൽ അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. പക്ഷെ അതൊക്കെ അങ്ങ് ശമിച്ചു. അപ്പം നമ്മൾ ഒന്ന് തണുത്തു. അപ്പോഴിതാ വരുന്നു ഇസ്രായേൽ-ഇറാൻ യുദ്ധം. അപ്പം പിന്നെ ഇറാനെ പറ്റി അങ്ങനെയായി, ഇറാൻ പേർഷ്യയാണ്, ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒരുപാട് ടീച്ചിങ്ങുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്താണെങ്കിലും ദൈവജനത്തിൻ്റെ ഇടയിൽ വലിയൊരു ഉണർവ് വരാൻ തക്ക കാര്യങ്ങളാണ് ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓക്കെ, ഇസ്രായേലും ഇറാനുമായിട്ടൊരു യുദ്ധം നടന്നാൽ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. പക്ഷേ അത് നമ്മളെല്ലാം ബാധിക്കുന്ന രീതിയിൽ ഗൾഫ് രാജ്യങ്ങൾ അതിലേക്ക് പങ്കെടുത്തു, അമേരിക്ക പങ്കെടുത്തു. അപ്പോഴും നമുക്കെല്ലാം നോവാൻ തുടങ്ങി. അനേകരുടെ ആൾക്കാർ അവിടെയൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ആ രീതിയിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനോട് ചേർന്ന് എന്തുമാത്രം ആഭ്യന്തര യുദ്ധങ്ങളാണ് ആഫ്രിക്കയിലൊക്കെ നടക്കുന്നതെന്ന് അറിയാമോ? മ്യാൻമാർ, സുഡാൻ, യമൻ എന്നൊക്കെയുള്ള രാജ്യങ്ങളിൽ, അതുപോലെ അർമേനിയ, അസർബൈജാൻ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും പറ്റി നിങ്ങൾ കേൾക്കുമെന്ന് കർത്താവ് പറഞ്ഞത് നമ്മൾ ഇന്ന് ആക്ച്വലി കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ മറ്റൊരു വചനഭാഗത്തിൽ വായിച്ചു, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകുന്നില്ലയോ? ഭൂകമ്പങ്ങൾ എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ വാർത്ത കാണാത്തതുകൊണ്ടാണ്. ജപ്പാനിലും അങ്ങനെയുള്ള ചില ബെൽറ്റുകളിൽ ഭൂകമ്പം നടക്കും. നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇന്തോനേഷ്യയൊക്കെ ഭൂകമ്പത്തിൻ്റെ രാജ്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് നടക്കുന്നുണ്ട്. ഇനി ക്ഷാമമോ? ദൈവം സഹായിച്ച് നമ്മുടെ ഒരു ജീവിതായുസ്സിൽ നമ്മളൊന്നും ക്ഷാമം അനുഭവിച്ചിട്ടില്ല. പക്ഷെ ക്ഷാമം അനുഭവിച്ച ആൾക്കാരുണ്ട്. അന്ന് ക്ഷാമം എന്ന് പറയുന്നത് ആഹാരത്തിൻ്റെ ലഭ്യതക്കുറവായിരുന്നു അല്ലേ. ആൾക്കാർ പട്ടിണി കിടക്കുന്ന അവസ്ഥയാണ്. ഇന്ന് ക്ഷാമം ഉണ്ടോ? ക്ഷാമം ഇല്ലേ? ഇന്ധനക്ഷാമം ഉണ്ടല്ലേ. ഇന്ന് ആഹാരം കിട്ടാതെയല്ല, ആഹാരം ഉണ്ടാക്കാൻ പറ്റാത്ത ക്ഷാമം നമ്മൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ. ക്യാമ്പുകൾ അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, കടകളില്ല. ഇപ്പം തന്നെ ഒരു ചർച്ചിലെ 2 ടീം ടൂറായിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അവിടെ വന്ന് സ്റ്റേ ചെയ്ത് ഫ്രഷായി അവർ ഹോട്ടലിലെല്ലാം പറഞ്ഞു വെച്ചിരുന്നു. അപ്പം ഇനി ഞാൻ വിളിച്ച് പറയുന്നു, ഹോട്ടലുകൾ ആരും ഫുഡ് കൊടുക്കത്തില്ല. അപ്പം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒന്നും അവർക്ക് കിട്ടാൻ വഴിയില്ല. പിന്നെ നമ്മുടെ ചർച്ചിൽ ഒരു സഹോദരിയുണ്ട്, ഇങ്ങനെ വളരെ ശുശ്രൂഷയിൽ വളരെ മുൻപിൽ നിൽക്കുന്ന ഒരു സഹോദരി. ആ സഹോദരി ആ വലിയ ദൗത്യം 60 പേർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു, 60 പേർക്ക് ഇനി ഉച്ചയ്ക്ക് ലഞ്ച് കൊടുക്കുന്നുണ്ട് ആ സഹോദരി. അപ്പോൾ ആ സഹോദരിയെ ക്യാമ്പിന് കൊണ്ടുവരാൻ ഞാൻ കുറേ നിർബന്ധിച്ചപ്പം സായിച്ച എന്നോട് പറഞ്ഞു, ആ സഹോദരിക്കുള്ള ശുശ്രൂഷ ഇതാണ്, സഹോദരി ആ ശുശ്രൂഷ ചെയ്യട്ടെ. സഹോദരി വരുന്നില്ലായിരുന്നു, പക്ഷെ സഹോദരിയെ ദൈവം വേറെ വലിയ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞത് ഇതാണ്,
ക്ഷാമം, ഇന്ധനക്ഷാമമായിട്ട് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് അനുഭവിക്കാൻ പോകുന്നു. ഇന്നിപ്പോൾ ഇവിടെയൊക്കെ നിൽക്കുന്ന നിങ്ങളിൽ ഈ തിരുവനന്തപുരത്ത് നിന്ന് വന്ന കുറച്ച് പേരെ ഒഴിവാക്കി ബാക്കിയുള്ളവർക്കൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് വിറകുണ്ട് അല്ലേ? വിറകുണ്ട്, ഗ്യാസ് ഇല്ലെങ്കിൽ അങ്ങോട്ട് മാറി വിറകെടുത്ത് കത്തിക്കും. പക്ഷെ ഞങ്ങൾ ശരിക്കും അനുഭവിച്ചു തുടങ്ങി. ഞങ്ങൾ പേടിച്ചാണ് ഓരോ പ്രാവശ്യവും ലൈറ്റർ ഓൺ ചെയ്യുന്നത്. കാരണം ഈ ഗ്യാസ് കുറ്റി തീർന്ന അടുത്തത് ഇല്ല, കിട്ടാനില്ല, തരില്ല. പിന്നെ ഇന്ധനക്ഷാമം ഇപ്പം നമ്മൾ അനുഭവിക്കുന്നില്ല, പക്ഷേ ഉടനെ അനുഭവിക്കുമെന്ന് കേൾക്കുന്നു. ദൈവം അനുവദിച്ച സമയത്ത് ഇതെല്ലാം ഉണ്ടാവും. അപ്പം ഇതെല്ലാം കേൾക്കുമ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? ഈ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും ക്ഷാമത്തെ പറ്റിയും ഒക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ചഞ്ചലിപ്പുണ്ടാവുന്നുണ്ടല്ലേ? എല്ലാവരും ഭ്രമിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. പക്ഷേ കർത്താവ് പറഞ്ഞത് ഇത് സംഭവിക്കേണ്ടത് തന്നെ. അപ്പം നമ്മളിപ്പോൾ ഒരു പത്രം എടുത്താൽ അല്ലെങ്കിൽ മീഡിയാസ് തുറന്നാൽ ഇത് മാത്രമേ ഉള്ളൂ ചർച്ച. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വേറെ ചർച്ചകൾ കയറി വരുമ്പോൾ ഇത് സൈഡിലേക്ക് മാറ്റും, പിന്നെ ഇത് തന്നെ കയറി വരും. അതുപോലെ ഈവൻ നമ്മൾ വിശ്വാസികൾ പോലും കൂടുമ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ വലിയ ചർച്ചകൾ നടത്താറുണ്ട്. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഇതിങ്ങനെ നടക്കും, ഇത് നടക്കേണ്ടത് തന്നെ. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ആ സമയങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത്? ചഞ്ചലപ്പെട്ടു പോകരുതെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നമുക്ക് എങ്ങനെ ചഞ്ചലപ്പെട്ടു പോകാതിരിക്കാം? അതിനെപ്പറ്റി 1-2 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, നമുക്ക് മത്തായിയുടെ സുവിശേഷം 28:20 കർത്താവ് പറഞ്ഞത് ഓർക്കാം. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവ് അത് പറഞ്ഞത് സുവിശേഷ വേലയോട് ബന്ധപ്പെട്ടാണ്, മഹാദൗത്യത്തോട് ബന്ധപ്പെട്ടാണെങ്കിലും കർത്താവ് പറഞ്ഞ എന്താണ്? ഞാനോ ലോകാവസാനത്തോളം. അപ്പം നമ്മൾ പറയുന്നത് ഇന്ന് ലോകാവസാനം ആകാൻ പോവുകയാണ്. അപ്പം നമുക്ക് ചഞ്ചലപ്പെട്ട് പോകേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ഈ സമയത്തെയും കാലങ്ങളെയും സംഗതികളെയും രാജാക്കന്മാരെയും രാജ്യങ്ങളെയും എല്ലാം നിയന്ത്രിക്കുന്ന ഈ കർത്താവാണ് നമ്മളോട് കൂടെയുള്ളത്. കർത്താവ് അനുവദിക്കാത്ത ഒരു കാര്യവും സംഭവിക്കില്ല. അപ്പം നമുക്ക് ചിന്തിക്കാം, ദൈവത്തിൻ്റെ നിർണയപ്രകാരമാണ് ഇതെല്ലാം നടക്കുന്നതെങ്കിൽ, അതിനെ നിയന്ത്രിക്കുന്നവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വിശ്വാസം മുറുകെ പിടിക്കാം. നമ്മൾ ചഞ്ചലിച്ചു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിശ്വാസികളുടെ മധ്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടാൽ നമ്മൾ ആ ധൈര്യം പ്രകടിപ്പിക്കണം, ആ വിശ്വാസം പ്രകടിപ്പിക്കണം. കർത്താവ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്, പക്ഷെ ചഞ്ചലിച്ച് പോകണ്ടെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കേൾക്കുന്നവർ ചോദിക്കില്ലേ, അതെങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ധൈര്യത്തോടെ ആശ്വാസത്തോടെ ഇരിക്കാൻ പറ്റുമെന്ന് അല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവരോടൊരു ഉപമ പറഞ്ഞു കൊടുക്കാം. അത് നമുക്ക് ഉപമയല്ല, ഒരു സംഭവം പറഞ്ഞു കൊടുക്കാം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഭവം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ കർത്താവ് ശിഷ്യരോട് പറയുകയാണ്, നാം അക്കരയ്ക്ക് പോകാം. അപ്പോൾ ഉടനെ ശിഷ്യന്മാരെല്ലാം കൂടെ വേഗം പടകിൽ കയറി ഇവരൊരുമിച്ച് യാത്ര തുടർന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. പക്ഷേ അവിശ്വാസികൾക്കൊന്നും ഇതൊന്നും അറിയില്ലല്ലോ, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ്. അപ്പം അവരങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ നല്ല ശാന്തമായ കടല്, നല്ല അന്തരീക്ഷം. കർത്താവ് വളരെ ക്ഷീണിതനാണ്. കർത്താവ് അമരത്ത് തലയണ വെച്ച് സുഖനിദ്രയിൽ. അങ്ങനെ ഇവർ പോയിക്കൊണ്ടിരുന്നപ്പോൾ നമുക്കറിയാം, പെട്ടെന്നൊരു ചുഴലിക്കാറ്റ് വന്നു, കാറ്റ് കോള എല്ലാം വന്നു, പടക് മുങ്ങുമാറായി. അപ്പോൾ ഉടനെ ശിഷ്യന്മാരാകെ ചഞ്ചലിച്ചു പോയി അല്ലേ, ആകെ വെപ്രാളപ്പെട്ടു പോയി. അവർ പറഞ്ഞു, കർത്താവേ നീ എന്താ ഇങ്ങനെ ഉറങ്ങുന്നു? നിനക്ക് ഞങ്ങളെക്കുറിച്ച്, ഞങ്ങൾ നശിച്ചു പോകുന്നതിനെക്കുറിച്ച് വിചാരമില്ലയോ? ഒരു വല്ലാത്ത ചോദ്യമാണല്ലേ ചോദിച്ചത്. നമ്മളത് ചിന്തിച്ചു നോക്കിയാൽ കർത്താവും ഇല്ലേ, കർത്താവ് മുങ്ങിപ്പോവില്ലേ? എന്തായിരിക്കും അവരങ്ങനെ ചോദിച്ചു? ഒരുപക്ഷെ അവർ വിചാരിക്കും കർത്താവ് അങ്ങനെ ദൈവപുത്രനാണല്ലോ, മിറക്കുലസ്ലി കർത്താവ് അങ്ങനെ രക്ഷപ്പെടും, ഞങ്ങൾ മുങ്ങിപ്പോവും എന്നായിരിക്കും ഒരുപക്ഷെ അവർ ചിന്തിച്ചാലേ അവരങ്ങനെ ചോദിക്കാൻ പാടുള്ളൂ. ഞാൻ വായിക്കുമ്പോഴൊക്കെ ഓർക്കും, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന്. കർത്താവ് ഇങ്ങനെയായിരുന്നു ശിഷ്യന്മാർ ശരിക്കും ചോദിക്കുന്നത്. കർത്താവ് ഇതാ കാറ്റും കോളും, നമ്മളെല്ലാം ഇതാ മുങ്ങിത്താഴാൻ പോകുവാണേ എന്നല്ലേ വിളിച്ചു പറയേണ്ടത്. പക്ഷെ പറഞ്ഞ ഇങ്ങനെയാണ്. അപ്പം കർത്താവ് ആരാന്നൊക്കെ അവർക്ക് അറിയാം, ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്, ദൈവപുത്രനാണ്. ഓക്കെ, അപ്പം കർത്താവ് രക്ഷപ്പെടും, ഞങ്ങൾ ഇതാ മുങ്ങിത്താഴാൻ പോകുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലും ചിലപ്പം പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ കർത്താവിനെ മാറ്റി നിർത്തിയാണ് ചിലപ്പം ചിന്തിക്കുന്നത്. നമ്മൾ തന്നെയാണിത് ഫേസ് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശിഷ്യന്മാർ പറഞ്ഞു കേട്ട് കർത്താവ് വേഗം എഴുന്നേറ്റു. ആദ്യം കർത്താവ് ഒറ്റ വാക്കിനാൽ കാറ്റിനെയും കടലിനെയൊക്കെ ശാന്തമാക്കി. അത് കഴിഞ്ഞ് തിരിഞ്ഞ് ശിഷ്യന്മാരെ ചില നല്ല പേരുകളൊക്കെ വിളിച്ചല്ലേ, അല്പവിശ്വാസികളെ, അവരുടെ വിശ്വാസക്കുറവിനെയൊക്കെ കർത്താവ് ചോദ്യം ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവർ അങ്ങനെ യാത്ര തുടർന്നു. നമ്മൾ 35:1 കാണുന്നത്, നമ്മൾ 35:1 ഇങ്ങനെ വായിക്കുന്നു, അവർ കടലിൻ്റെ അക്കരെ ഗദര ദേശത്ത് എത്തി. അപ്പം നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണ്? വാ നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് അവരെ അവിടെ എത്തിച്ചു. അപ്പം നമുക്ക് എന്ത് ചിന്തിക്കാം അതിൽ നിന്നും? കർത്താവാണ് ഈ യാത്ര പ്ലാൻ ചെയ്തതെങ്കിൽ തീർച്ചയായും കർത്താവ് അക്കരെ എത്തിക്കും. കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ എന്തെല്ലാം കാറ്റും കോളുകളും
നമ്മുടെ നോർമൽ ലൈഫിൽ വന്നാലും ഇനി ലോകാവസാനത്തോട് ബന്ധപ്പെട്ട് വന്നാലും നമ്മൾ ചഞ്ചലിച്ചു പോകേണ്ട ആവശ്യമേ ഇല്ല. കർത്താവ് ഇങ്ങനെ പറഞ്ഞില്ലേ, യോഹന്നാൻ 14:23, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. മാനുഷികമായി ചിന്തിക്കുമ്പോൾ, ലോകപരമായി ചിന്തിക്കുമ്പോഴൊന്നും ഒരിക്കലും സമാധാനം ഇല്ലാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ വരാം. നമ്മുടെ പല സഹോദരങ്ങളുടെ ജീവിതങ്ങളിൽ വന്നിട്ടുണ്ട്. പക്ഷെ അവർ ആ സന്ദർഭങ്ങളിൽ നിൽക്കുന്നത് നമുക്ക് പോലും അതിശയകരമാണ് അല്ലേ. കർത്താവ് കൊടുത്ത ആ ദൈവ സമാധാനം അവർ അനുഭവിച്ചു എന്നുള്ളതാണ്. ഇനി നമുക്ക് 1-2 വ്യക്തികളുടെ കൂടെ ജീവിതത്തിൽ നോക്കാം. നമുക്ക് വളരെ പരിചിതമായ ഹാഗാർ ആ വെള്ളം കിട്ടാതെ മകൻ മരിക്കാൻ പോയി, മരുഭൂമിയിൽ കിടക്കുന്ന അവസ്ഥ നമുക്കല്ലേ. മകൻ ഇങ്ങനെ മരിക്കുവാണ്, വെള്ളം ഇല്ല. അപ്പോൾ അവൻ്റെ മരണം കാണാൻ കഴിയാതെ മാറി നിന്ന് വിലപിക്കുന്ന ഹാഗാർ, അത് അവളുടെ കരച്ചിലും നിലവിളിയും യഹോവ കേട്ടു. എന്നിട്ട് യഹോവ അവിടെ ഒരു പ്രവൃത്തി ചെയ്തു. യഹോവ എന്താണ് ചെയ്തത്? യഹോവ നീരുറവ തുറന്നു. ആണോ? നമ്മൾ വചനത്തിൽ കാണുന്നത് യഹോവ അവളുടെ കണ്ണുകളെ തുറന്നു. അപ്പോൾ അവൾ അവിടെ ഒരു നീരുറവ കണ്ടു. നീരുറവ അവിടെ ദൈവം ഒരുക്കിയിരുന്നു അവൾക്ക്. പക്ഷെ അവൾക്ക് അത്ര നേരം കാണാൻ പറ്റിയില്ല. ദൈവം അവളുടെ കണ്ണുകളെ തുറന്നപ്പോൾ അവൾ ആ നീരുറവ കണ്ടു. അവൾ പോയി, അവളും കുഞ്ഞും ധാരാളം വെള്ളം കുടിച്ചു. അപ്പം ദൈവത്തിൻ്റെ ആ കരുതൽ അവൾക്ക് കാണാൻ പറ്റിയില്ല. ഇതുപോലെ കണ്ണുകളെ തുറന്ന് കരുതൽ അനുഭവിച്ച മറ്റൊരു സന്ദർഭമുണ്ട്. ഏലീശ പ്രവാചകന്റെ ജീവിതത്തിൽ നമ്മൾ 2 രാജാക്കന്മാർ 6-ലാണ് ഇത് കാണുന്നത്. 6:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അരാം സൈന്യം എലീശായെ പിടിക്കാൻ വേണ്ടി വരികയാണ്. എലീശയാണ് ഇവർക്കുണ്ടാക്കുന്ന സകല പ്രശ്നങ്ങളുടെയും കാരണം ഒന്ന് മനസ്സിലാക്കി. പ്രവാചകനാണല്ലോ, എല്ലാം മുന്നമേ പറഞ്ഞ് ഇവരുടെ തന്ത്രങ്ങളെല്ലാം പരാജയപ്പെടുത്തുവാണെന്ന് അവർക്ക് തോന്നി. അപ്പോൾ അരാം രാജാവ് വലിയൊരു സൈന്യത്തെ ഇങ്ങ് അയച്ചു. എലീശ പ്രവാചകന്റെ ഭവനത്തിലേക്ക് വരികയാണ്. ഇത് എലീശ പ്രവാചകൻ ഒന്നും ശ്രദ്ധിക്കാതെ ദൈവമായിട്ടുള്ള കൂട്ടായ്മ ഇരിക്കുക എന്ന് നമ്മൾ വിചാരിക്കുക. ബാല്യക്കാരൻ ഇത് കണ്ട് ആകെ ചഞ്ചലപ്പെട്ടു പോയി. പേടിച്ച് ഓടി വന്ന് എലീശയോട് പറയുന്നു, ഇങ്ങനെ ഇത് വരുന്നു, നീ ഇങ്ങനെ കാമാൻ കൂളായിട്ട് ഇരിക്കുവാണോ? ഈ അരാം രാജാവിൻ്റെ സൈന്യത്തെ കണ്ടപ്പോൾ ഈ സൈന്യം വരുന്നത് ആരും കണ്ടു? എലീശ കണ്ടു. പക്ഷെ എലീശ ചഞ്ചലപ്പെട്ടില്ല. അപ്പം അദ്ദേഹം ചോദിക്കുകയാണ്, നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പോൾ ഉടനെ എലീശ പറയുന്നൊരു മറുപടിയുണ്ട്, പേടിക്കേണ്ട, നമ്മോട് കൂടിയുള്ളവൻ അവരോട് കൂടിയുള്ളവരെക്കാൾ അധികം. അങ്ങനെ പറഞ്ഞു. എന്നിട്ട് എലീശ ഒരു പ്രാർത്ഥന നടത്തി, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ബാല്യക്കാരൻ കാണത്തക്കവണ്ണം ഈ ബാല്യക്കാരന്റെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ബാല്യക്കാരൻ നോക്കിയപ്പം അരാം സൈന്യത്തെ അല്ല അവൻ കാണുന്നത്, എലീശയുടെ ചുറ്റും ആ മല നിറഞ്ഞ് അഗ്നിമയമായ രഥങ്ങളും കുതിരകളും ഒരു വലിയ സൈന്യം നിൽക്കുന്നു. അപ്പോഴ് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി അല്ലേ. ഈ എലീശ പ്രവാചകൻ എന്തുകൊണ്ടാണ് ചഞ്ചലപ്പെടാതിരുന്നതെന്ന് മനസ്സിലായി. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കരുതൽ തനിക്ക് തൻ്റെ ആന്തരിക നേത്രങ്ങളാൽ കാണാൻ കഴിഞ്ഞു. അത് കാണാൻ സാധിക്കാഞ്ഞ സമയത്ത് എലീശയുടെ ബാല്യക്കാരൻ ഏറ്റവും ചഞ്ചലപ്പെട്ടു പോയി. അപ്പം നമ്മുടെയും ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ദൈവിക സാന്നിധ്യം നമ്മൾക്കുണ്ടെങ്കിൽ, അതുപോലെ ദൈവത്തിൻ്റെ ആ കരുതൽ നമ്മൾ അനുഭവിക്കുന്നെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തെന്നുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്കും ചഞ്ചലപ്പെടാതിരിക്കാം. ഇനി ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരാളെ കൂടി പറഞ്ഞില്ലെങ്കിൽ എനിക്കത് കംപ്ലീഷൻ തോന്നില്ല. അത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ചിലപ്പം ചഞ്ചലപ്പെട്ടു പോകും. ചില വിഷയങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ സഹോദരി പറഞ്ഞു, മക്കളെ വേലയ്ക്ക് വിടുന്ന കാര്യം അല്ലേ. ഒരു ചഞ്ചലം നമ്മുടെ മക്കളാരും നമ്മളൊന്ന് പറയുകയാണ്, ഞാൻ നാളെ മുതൽ ഇനി വേലയ്ക്ക് പോകാൻ തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ ശരിക്കും എന്തായിരിക്കും നമ്മുടെ അവസ്ഥ നമുക്കറിയില്ല. തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെ പല സന്ദർഭങ്ങളുണ്ടാവാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ചഞ്ചലപ്പെട്ടു പോവുകയും നമ്മൾ തെറ്റായ തീരുമാനങ്ങളിലേക്ക് പോവുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ അബ്രഹാം പിതാവിനെ ഒന്ന് നോക്കാം. അബ്രഹാം പിതാവിനോട് കർത്താവ് പറഞ്ഞു, നിന്റെ ഏകജാതനായ മകൻ, നീ ഏറ്റവും സ്നേഹിക്കുന്ന നിന്റെ മകനെ തന്നെ, ഇസഹാക്കിനെ തന്നെ എനിക്ക് യാഗം അർപ്പിക്കണമെന്ന് പറഞ്ഞു. ആ ഒരു കാര്യം കേട്ടപ്പോൾ അബ്രഹാം ചഞ്ചല ചിത്തനായോ? അബ്രഹാമിൻ്റെ മനസ്സിൽ ഭയങ്കര പ്രയാസമൊക്കെ വന്ന് കാണും, ഭാരം വന്ന് കാണും. പക്ഷെ തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് താൻ ചഞ്ചല ചിത്തനായില്ല. താൻ സ്റ്റഡി ആയിട്ട് നിന്നു, തീരുമാനം എടുത്തു. എന്നിട്ടും അടുത്ത സ്റ്റേജ് പ്രിയ മകനെയും കൊണ്ട് അങ്ങനെ പോകുമ്പോൾ മകൻ ചോദിക്കുകയാണ്, പിതാവേ നമുക്ക് യാഗത്തിനുള്ള വിറകും തീയും ഒക്കെ ഉണ്ടല്ലോ, യാഗത്തിനുള്ള കുഞ്ഞാട് ഇവിടെ? അത് കേൾക്കുന്ന ആ അപ്പൻ്റെ ഹൃദയം നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ഇല്ലേ? അതൊരു വല്ലാത്ത ഒരു ചോദ്യമാണ്. പക്ഷെ ആ ചോദ്യത്തിൻ്റെ മുന്നിൽ അബ്രഹാം പതറാതെ
വിശ്വാസത്തിൻ്റെതായിട്ടുള്ളൊരു റെസ്പോൺസാണ് അവിടെ കൊടുത്തത്. എന്താണ് അബ്രഹാം പറഞ്ഞത്? ദൈവം കരുതിക്കൊള്ളും മകനെ. അപ്പം നമ്മുടെ തീരുമാനങ്ങളുടെ എടുക്കാൻ ചഞ്ചലപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നമുക്കും ഇങ്ങനെയുള്ള നല്ല വിശ്വാസം, അബ്രഹാമിൻ്റെ ആ വിശ്വാസം, ഏത് വിശ്വാസം? ദൈവം കരുതിക്കൊള്ളും എന്നുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചാൽ നമുക്ക് ചഞ്ചലപ്പെടാതെ ദൈവഹിതപ്രകാരമുള്ള തീരുമാനം എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇതുവരെ കണ്ടത് ചഞ്ചലപ്പെടാതിരിപ്പിനുള്ള ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ കണ്ടത്, നമ്മൾ അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പറ്റി നമുക്ക് നല്ല അവബോധം വേണം. ദൈവത്തിൻ്റെ കരുതൽ കാണുവാൻ തക്കവണ്ണം നമ്മുടെ കണ്ണുകളെ നമ്മൾ എപ്പോഴും തുറന്നു വെക്കണം. അതുപോലെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് നല്ല വിശ്വാസം കർത്താവിൽ നമ്മൾ, അതായത് ദൈവിക വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസം നമ്മൾ കീപ്പ് ചെയ്യണം. ഇനി നമ്മൾ ഈ വചനഭാഗം, അതായത് 24-ാമത്തെ അധ്യായത്തിലേക്ക് വീണ്ടും വരികയാണ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് 24:4 ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. തെറ്റിക്കാതിരിപ്പാൻ, അതായത് തെറ്റായ ഉപദേശങ്ങളിൽ നിന്ന് നമ്മെ തന്നെ കാത്തുകൊള്ളുക. ഈ അന്ത്യനാളിൽ എത്തി നിൽക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കുമുള്ള വളരെ വിലയേറിയ ഒരു മുന്നറിയിപ്പാണത്. അതായത് നമ്മളെ തെറ്റിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ഉപദേശ സത്യങ്ങൾ പഠിക്കുന്നതിനും അത് മുറുകെ പിടിക്കുന്നതിനും അത് പഠിപ്പിക്കുന്നതിനുമൊക്കെ ഏറെ പ്രാധാന്യം നൽകുന്ന സഭകളിലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നമ്മളായിരിക്കുന്നത്, അല്ലേ? ഇത്രയും വചനം പഠിപ്പിക്കുന്ന വേറെ ഏത് സഭകളുണ്ടോ? ഒരു സഭകളുമില്ല, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷേ നമ്മൾ ചുറ്റും കാണുന്ന ക്രിസ്തീയ സമൂഹങ്ങളിൽ എന്തെല്ലാം ദുരുപദേശങ്ങളാണ്. അതിൻ്റെ മധ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പതിയെ പതിയെ നമ്മളും ഒരുപക്ഷെ തെറ്റിപ്പോകാൻ, ഉള്ളിലെങ്കിലും തെറ്റിപ്പോകാനൊക്കെ സാധ്യതകളുണ്ട്. അപ്പം ചില വചനങ്ങൾ നമ്മുടെ മുന്നിൽ എപ്പോഴും വേണം. മത്തായി 24:24 മർക്കോസ് 13:22 നമ്മൾ കാണുന്നത്, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. വൃതന്മാരെയും തെറ്റിപ്പിക്കും. വൃതന്മാരാരാണ്? വൃതന്മാർ എന്ന് പറഞ്ഞാൽ ഇലക്റ്റഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മളെ ഓരോരുത്തരെയും തെറ്റിക്കാനായി, കഴിയുമെങ്കിൽ നമ്മളെ കൂടെ വീഴിക്കാനായി അന്ത്യനാളിൽ കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും ഒക്കെ എഴുന്നേൽക്കുമെന്നാണ് പറയുന്നത്. അവർ വെറുതെ അല്ല, അവർ അനേകം അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. നമ്മൾ തന്നെ ചിന്തിക്കും, ഷോ ഇത് ദൈവത്തിൽ നിന്നല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇവർ പറയുന്ന കാര്യങ്ങൾ സത്യമായിട്ടും ചിലതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, ധാരാളം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, കൃപാസന മാതാവിൻ്റെ അടുക്ക പോയിട്ട് കൃപ പ്രാപിക്കുന്നവരെ പറ്റി. അവരുടെ, ഞാൻ അങ്ങനെയുള്ള കുറേ പേരുമായിട്ട് എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ട്, ഫ്രണ്ട്ഷിപ്പിലും ഉണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ സത്യമായിട്ടും നടന്നു. അടുത്ത ആഴ്ച നിങ്ങൾക്ക് UK പോകാനുള്ള വിസ റെഡിയാകുന്ന വിസ റെഡി ആയിരിക്കും, കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും ഇത് എന്തുവാന്ന്. പക്ഷെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പം അവിടെ ഒരു ഉടമ്പടി പുസ്തകം, ഉടമ്പടി കാശ് കൊടുത്ത് ഉടമ്പടി എടുക്കുക, നേർച്ചകൾ, എനിക്കറിയില്ല, നമുക്ക് വചനം അറിയാവുന്നത് കൊണ്ട് നമുക്ക് ആ ദുരുപദേശങ്ങളെയൊക്കെ മനസ്സിലാവുന്നു. അല്ലെങ്കിൽ നമ്മളും തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കള്ളക്രിസ്തുക്കൾ, നമുക്കറിയാമോ, മൂരിയാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇവിടെ എന്താണ്, തൃശ്ശൂരാണ്. തൃശ്ശൂരുള്ളൊരു സ്ഥലമാണ് മൂരിയാട്. അവിടെ ഒരു എംബറർ ഇമ്മാനുവേൽ എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു സ്ഥാപനം തുടങ്ങി. 2000 തുടങ്ങിയതാണ്. ജോസഫ് പന്നാറ എന്ന് പറഞ്ഞൊരു സാറിന് പെട്ടെന്ന് വെളിപ്പാടുണ്ടായി. കാത്തലിക് ആയിരുന്നു, പക്ഷേ അതിൽ നിന്ന് മാറി. എന്നിട്ട് പറഞ്ഞു എന്നു വെച്ചാൽ, ഈ സ്ഥലത്ത് മൂരിയാട് എന്ന് പറഞ്ഞ ആ സ്ഥലത്തിന് സിയോൺ എന്നൊക്കെ പേരിട്ടു. ഇവിടെ ഇമ്മാനുവേൽ ഓൾറെഡി വന്നു കഴിഞ്ഞു, യേശുക്രിസ്തു രണ്ടാമത് വന്നു കഴിഞ്ഞു, അത് ഇവിടെയാണ്. പിന്നെ പൊന്നാറയാണ് ഇമ്മാനുവേൽ എന്നൊക്കെ പറഞ്ഞ് കുറേ നാളിരുന്നു. 2012 ലോകം അവസാനിക്കും. അപ്പം അവിടെ ജീവിക്കുന്ന ആൾക്കാർ മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ. അത് 1,44,000 പേരും അവിടെ വന്ന് ബൈ ദ ടൈം ജീവിക്കാനുള്ള പ്രൊവിഷൻസ് കൊടുത്തു. ആൾക്കാർ ഭയങ്കര അഭ്യസ്തവിദ്യരായിരിക്കുന്നവർ, ഗൾഫിലൊക്കെ ജോലിയുള്ളവർ, വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്നവർ വരെ തങ്ങളുടെ സ്ഥലവും വീടും ഒക്കെ വിറ്റിട്ട് ഇവർ പറയുന്ന സ്ഥലത്ത് ഇവരുടെ ഫ്ലാറ്റ് അല്ലെങ്കിൽ ഇവരുടെ വീടുകൾ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വന്ന് സ്ഥലം മേടിച്ചതും ഭയങ്കര കൊള്ള വിലയ്ക്കാണ് സ്ഥലമൊക്കെ കൊടുത്തത്. അങ്ങനെ വീടുകൾ പണിത് അവരവിടെ അങ്ങനെ കാത്തിരുന്നു. 2012 കർത്താവ് വന്നില്ല. അപ്പോൾ അവർ പുതിയ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി. പിന്നെ അവർ ഈ പൊന്നാറ് മരിച്ചുപോയി. അപ്പോൾ അവർ പൊന്നാറയാണ് യേശു രണ്ടാമത് വന്നെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിനൊക്കെ അവർ ഓരോന്ന് പറഞ്ഞു. ഇന്നും ഉണ്ട് അവിടെ. അത് ഞാൻ വിചാരിച്ചു അതോടുകൂടി അതൊക്കെ തീരുമാനിക്കുന്നു. പക്ഷേ അത് അതിശക്തമായിട്ട് അവിടെയുണ്ട്. കാരണം എന്താ? ഇത് അന്ത്യനാഴിക ആയതുകൊണ്ട് ഇതെല്ലാം പ്രബലപ്പെട്ടു വരും. അവിടെ പോയി അങ്ങനെ അങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ലോകത്തിലേക്ക് നോക്കിയാൽ ഒരുപാട് പ്രവചനങ്ങളും കള്ളക്രിസ്തുക്കളും ഈ കാലഘട്ടത്തിനുള്ളിൽ വന്നു പോയിട്ടുണ്ട്. യേശുവിൻ്റെ അമ്മയുടെ പേരിലുള്ള എന്തെല്ലാം വചനവിരുദ്ധമായ കാര്യങ്ങൾ.
അതുപോലെ രോഗശാന്തി ശുശ്രൂഷകളെന്ന് പറഞ്ഞ് കാണിക്കുന്നത്, പണമിരട്ടിക്കൽ, അത് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? 10 വെച്ചാൽ 100 പറഞ്ഞാണ് പ്രവാചകന്മാർ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ TV ഒക്കെ തുറന്നു പോയാൽ അതിൻ്റെ എല്ലാം അങ്ങേയറ്റത്തെ കാര്യങ്ങൾ നമ്മൾക്കും കാണാൻ കിട്ടുകയാണ് ഈ നാളുകളിൽ. പക്ഷെ നമ്മളിങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്ന എല്ലാവരും വിചാരിക്കും, ഇതൊക്കെ നമ്മളെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല എന്ന്. പക്ഷേ നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മൾ മാത്രമല്ലല്ലോ ഉള്ളൂ, നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടല്ലേ. നമ്മൾക്ക് ഒരുപക്ഷെ ദൈവം സഹായിച്ച് ക്യാമ്പുകളിലൊക്കെ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന സഹോദരിമാർക്ക് ആവശ്യമായ വചന പരിജ്ഞാനം ഉണ്ടാകാം. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെയാണ്? നമ്മുടെ വീട്ടിൽ ജസ്റ്റ് രക്ഷിക്കപ്പെട്ടു വന്ന മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയാണ്? അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തെപ്പറ്റിയൊക്കെ സൂക്ഷിക്കണം. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. എങ്ങനെ സൂക്ഷിക്കാം? എഫേഷ്യൻസ് 4:14, എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 4:14 വായിക്കുന്നത്, നാം മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാണ് വളരുക. അപ്പം നമ്മൾ വളരേണ്ട ആവശ്യമുണ്ട്, നമ്മൾ ബലപ്പെടേണ്ട ആവശ്യമുണ്ട്. ഒരു കാറ്റ് വരുമ്പോഴേ അഴഞ്ഞുഴഞ്ഞു പോകാതെ അങ്ങനെയുള്ള ശിശുക്കളെ പോലെ ആകാതെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ട്. 1 പത്രോസ് 2:2 നമ്മളിങ്ങനെ വായിക്കുന്നത് നമുക്കറിയാം, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. ശിശുവാണോ ശൈശവമായിട്ടാണോ നമ്മുടെ ആത്മീയ അവസ്ഥ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ധാരാളമായിട്ട് മായമില്ലാത്ത പാല് കുടിക്കാൻ ആഗ്രഹിച്ച് നമ്മൾ വചനം പഠിക്കണം. വചനം പഠിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും, അത് സഭയിലാവട്ടെ, സിസ്റ്റേഴ്സ് മീറ്റിംഗ് ആവട്ടെ, ഇനി അല്ലാതെ എന്തെങ്കിലുമൊക്കെ രീതിയിലാവട്ടെ, എല്ലാം നമ്മൾ എന്ത് ത്യാഗം സഹിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഉപദേശം പഠിക്കണം, അല്ലെങ്കിൽ വചനം പഠിക്കണം. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, അങ്ങനെ നമ്മൾ പാല് കുടിക്കണമെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ സഹോദരിമാർക്കൊരു സ്വഭാവമുണ്ട്, വചനം വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും വചനം വായിക്കൂ എന്ന് പറയുന്ന സഹോദരിമാരുണ്ട്. അവരെന്താണ് വായിക്കുന്നതെന്ന് അറിയാമോ? മിക്കവാറും വായിക്കുന്നത് 91 സങ്കീർത്തനം, അല്ലെങ്കിൽ 23 സങ്കീർത്തനം, അല്ലെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഉപമ, ഇതൊക്കെ വായിച്ചുകൊണ്ട് അത് ബൈബിൾ വായിക്കുകയാണെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ അവരാരേ ആവുന്നുള്ളൂ? പാല് കുടിക്കുന്ന ശിശുക്കളാകാതെ വളരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എബ്രായറിൽ 5:13-14 ഇങ്ങനെ വായിക്കുന്നുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ അത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അപ്പം പാല് കുടിക്കുമ്പോൾ നല്ലതാണ്, കുടിക്കണം, പക്ഷെ വളരണം. കട്ടിയായുള്ള ആഹാരം നമ്മൾ കഴിക്കണം. നമ്മൾ കുഞ്ഞുങ്ങളിൽ നിന്നും അതാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ അതിലേക്ക് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റുള്ളൂ. സത്യവചനവും ദുരുപദേശവും തിരിച്ചറിയാൻ എങ്കിലേ സാധിക്കുകയുള്ളൂ. ദൈവവചനത്തിലെ ഉപദേശ സത്യങ്ങൾ നമ്മൾ ആഴത്തിലും വ്യക്തമായും നമ്മൾ പഠിക്കണം. സഭാതലത്തിലും ക്യാമ്പുകളിലും, അതുപോലെ ഇപ്പോഴാണെങ്കിൽ സഹോദരിമാർക്കും കൂടി ഓപ്പണാണ്. നമ്മളുടെ IBSകളും ബൈബിൾ ട്രൂത്ത് സ്റ്റഡിയൊക്കെ, ഇതൊക്കെ നമ്മൾ പങ്കെടുക്കുകയും നമ്മൾ വചനത്തിൽ വളരെ പരിജ്ഞാനമുള്ളവരാവണം, ബലപ്പെടണം എന്നുള്ളതാണ്. എന്തിനാണ്? ആരും നമ്മളെ തെറ്റിച്ച് കളയാതിരിക്കാൻ. കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആരും ഒഴിവുള്ളവരല്ല. നമ്മൾ എത്ര ബലവാന്മാരാണെന്ന് വിചാരിച്ചാലും നമ്മൾ വീണു പോകാം. അതുകൊണ്ട് ഈ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനെയൊക്കെ നമുക്ക് തിരിച്ചറിയണം. നമ്മൾ ഇങ്ങനെ പറയുമ്പോഴേ ദുരുപദേശങ്ങളിൽ പെട്ട് നമ്മൾ വീണു പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതോടുകൂടി തന്നെ അതിലും അതുപോലെ തന്നെ പ്രയാസകരമായ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അനേകം വിശ്വാസികൾ ഒരു ദുരുപദേശത്തിലും പെട്ടല്ല, അല്ലാതെ തന്നെ വീണു പോകുന്നുണ്ട്. നമ്മൾ വളരെ ബലവാന്മാരാണെന്ന് വിചാരിക്കുന്നവർ, അവർ ഓരോരോ ചിന്തകളിലും, അല്ലെങ്കിൽ ഓരോ ആദർശങ്ങളിലും, തത്വചിന്തകളിലും, യുക്തിവാദത്തിലും, നിരീശ്വരവാദവും ഒക്കെ കേട്ട് അവർ വീണു പോകുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ, വിശ്വാസികൾ, നമ്മൾ കരുതുന്നവരെ പറ്റിയും നമ്മൾ വളരെ പ്രാർത്ഥനാപൂർവം ഈ കാര്യങ്ങൾ ചിന്തിക്കണം. എന്ന് വെച്ചാൽ ഇപ്പം ദൈവവചനം കേൾക്കാൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ നമ്മൾ മൊബൈലൊക്കെ എടുക്കുന്നത്. ഇഷ്ടംപോലെ നല്ല മെസ്സേജസ് ഉണ്ടല്ലേ, ഇഷ്ടംപോലെയുണ്ട്, നമുക്ക് യൂട്യൂബ് വഴിയൊക്കെ കിട്ടും. പക്ഷെ അതങ്ങനെ കേട്ട് വരുമ്പോൾ അതിൻ്റെ പുറകിൽ വേറെയും കുറേ മെസ്സേജൊക്കെ വരും. വളരെ അട്രാക്റ്റീവായി, വളരെ തന്മയത്വത്തോടെ കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന അനേകം മെസ്സേജുകൾ ഇന്ന് അവൈലബിൾ ആണ്. അറിയാതെ നമ്മൾ പതിയെ അത് കേൾക്കാൻ തുടങ്ങിയാൽ, നമ്മളിപ്പോൾ ഇവിടെ പറയുന്ന ഈ ദൈവവചനം അനേകർക്ക് അരോചകമാണല്ലേ, അല്ലെങ്കിൽ അത് ബോറാണ്. എപ്പോഴും അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയല്ലേ കേൾക്കുന്നത്. അതേസമയം മറ്റ് സൈഡിലേക്ക് പോയാലോ, ദൈവം എന്നുള്ള ചിന്ത വെറും നിഷിദ്ധം എന്താണ്, വളരെ ബുദ്ധിഹീനതയാണ്,
അത് മനുഷ്യനെ പിടിച്ചടക്കുന്നതാണ്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് കേട്ടാൽ അറിയാണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒക്കെ അതിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ട്. നമുക്ക് എങ്ങനെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ ചിന്തിക്കണം. ഈ യോഹന്നാൻ 18:8 നമ്മൾ വായിക്കുന്നത് ഇത് കർത്താവിൻ്റെ വരവിൻ്റെ ഒരു ലക്ഷണമാണെന്നാണ്. അതായത് അതിലിങ്ങനെ വായിക്കുന്നത്, എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് പറഞ്ഞതാണ്, വേറെ ആരുമല്ല. കർത്താവ് പറയാണ് മനുഷ്യപുത്രൻ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ തിരികെ വരുമ്പോൾ ഈ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ. ഇപ്പം നമ്മളിവിടെ ഒരു 100-300 സഹോദരിമാരുണ്ട്. ഇപ്പം കർത്താവ് ഇപ്പം ഈ നിമിഷം വന്നാൽ നമ്മളൊരു പക്ഷേ നമുക്ക് സന്തോഷമാണ് അല്ലേ, നമ്മൾ വിശ്വാസത്തിൽ നിൽക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ അറിയില്ല, കർത്താവ് പറഞ്ഞ വിശ്വാസം കണ്ടെത്തുമോ. അപ്പം നമ്മൾ വളരെ ഭയത്തോടെയും വളരെ ഗൗരവമായിട്ടും ചിന്തിച്ച് നമ്മളെ തന്നെ ശോധന ചെയ്ത് നമ്മൾ വിശ്വാസം നിലനിൽക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ഇപ്പം എനിക്ക് തോന്നുന്നേ ജോന സൗരി അന്നൊന്ന് പറഞ്ഞത് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം അല്ലേ, അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ വളരെ വളരെ വിജിലൻ്റായിട്ട് വളരെ കണ്ണീരൊഴുക്കി നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ സഭയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി വിശ്വാസത്തിൽ നിന്ന് വീണു പോകാതിരിക്കാൻ നമ്മൾ വളരെയധികമായിട്ട് പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളാണ് ഇപ്പോൾ മുന്നോട്ടുള്ളത്. കാരണം കർത്താവ് പറഞ്ഞ് വിശ്വാസം കണ്ടെത്തുമെന്ന് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ തലമുറകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അങ്ങനെ പിന്മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ യഥാസ്ഥാനപ്പെടാൻ വേണ്ടി വളരെ കാര്യമായി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഉപദേശ സത്യങ്ങൾ നമ്മളെ കൊണ്ടാവുന്നത് അത്രയും നമ്മൾ പഠിപ്പിക്കണം. കൂടുതൽ നമ്മൾ പഠിച്ചവരെ പഠിപ്പിക്കണം. അവരൊരു സംശയം വന്ന് ചോദിക്കുമ്പോൾ ബൈബിളിൽ നിന്ന് വ്യക്തമായിട്ട് അവർക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ അമ്മമാരായിരിക്കും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് ദൈവം വായിക്കാൻ കൃപ തന്നിട്ടുണ്ട്, നമുക്ക് അക്ഷരാഭ്യാസമുണ്ട്, നമുക്ക് സംശയം ചോദിക്കാൻ ഇഷ്ടംപോലെ നമുക്ക് സഹോദരന്മാരുണ്ട്. അതിൽ നിന്നെല്ലാം നമ്മൾ ഈ ഉത്തരങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല നമ്മളുടെ വിശ്വാസം നിലനിർത്തുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി സംശയം ചോദിച്ചുകൊണ്ട് വരുന്ന കുഞ്ഞുങ്ങൾ ചോദിക്കും കേട്ടോ. കുഞ്ഞുങ്ങൾ മാത്രമല്ല, നമുക്ക് ചോദ്യം വരാറില്ലേ? നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നാറില്ലേ, ഡൗട്ടുകൾ വരാറില്ലേ? അപ്പം കൊച്ചുമക്കൾക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ചിന്തകൾ ഇങ്ങനെ കിടന്ന് അവരുടെ മസ്തിഷ്കത്തിലേക്ക് വരുന്ന കുഞ്ഞുങ്ങൾക്ക് എത്രയധികം ചോദ്യങ്ങളുണ്ടാവും. അപ്പം അത് നമ്മൾക്കുള്ള റോള് നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ ഈ പൗലോസപ്പസ്തോലനെ കാണുന്നു. പൗലോസപ്പസ്തോലൻ എത്ര ശ്രേഷ്ഠനായ വളരെ അഭ്യസ്തവിദ്യനായിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലേ. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനും ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്, സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ 2 കൊരിന്ത്യർ 10:5 വായിക്കുന്ന ഒരു ഭാഗം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഭാഗമാണ്. അത് വേറൊരു കോണ്ടെക്സ്റ്റിലാണ് പറയുന്നതെങ്കിൽ അതിൽ നിന്ന് ഞാനിങ്ങനെ അടർത്തിയെടുത്ത് പറയുകയാണ്. സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുന്നുവെന്ന്. അതായത് സങ്കല്പങ്ങൾ, നമ്മളായിട്ട് ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആരൊക്കെയോ ചിന്തിച്ച് നമ്മളിലേക്ക് പകർന്നു തന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ദൈവത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ചകൾ. ആക്ച്വലി ഈ മനുഷ്യരൊക്കെ എന്തുകൊണ്ടാണ് ദൈവത്തെ നിഷേധിക്കുന്നത്? എനിക്ക് വളരെ ചിലപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഹ്യൂമൻ സയൻസ് പഠിക്കുമ്പോഴേ നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര സെറ്റപ്പാണ്, എല്ലാം ഓക്കെ ആണെന്ന്. പക്ഷെ നമ്മുടെ ശരീരത്തിലെ ഉപ്പിൻ്റെ അളവ് ഒരല്പം കുറഞ്ഞ കുഴഞ്ഞു കിടക്കുകയാണ്. അതുപോലെ പൊട്ടാഷ്യം എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വളരെ നാരോ റേഞ്ചാണ്. അതായത് 4.5 മുതൽ 5.5 വരെയാണ് അതിൻ്റെ മില്ലി ഈക്വലൻ്റിൽ. അതുപോലെ വളരെ 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 മൈന്യൂട്ടായിട്ടുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ റേഞ്ച് 6 കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് നിന്നു പോകും. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. ആ മനുഷ്യനാണ് ഈ സർവ്വപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തെ ചോദ്യം ചെയ്യുവാനും ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഈ സനാതന സത്യങ്ങളെ, നിത്യസത്യങ്ങളെ ചോദ്യം ചെയ്ത് ഈ ദൈവം വേണ്ട, ഈ വചനം വേണ്ട എന്നൊക്കെ പറഞ്ഞ് മാറിപ്പോകുന്നത്. ഞാൻ വിശ്വാസികളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അവിശ്വാസികൾക്ക് പിന്നെ അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി വെച്ചിരിക്കുകയല്ലേ. വെളിച്ചം കിട്ടിയ വിശ്വാസികളായിരിക്കുന്ന ദൈവമക്കള് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? ദൈവത്തിന് വിരോധമായി, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കണം. അപ്പം നമുക്ക് ക്രിസ്തുവിനോടുള്ള അനുസരണം വരണമെങ്കിൽ എന്താ വേണ്ടേ? ക്രിസ്തുവിനുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കണം. അനുസരണം വരണമെങ്കിൽ എന്താ വേണ്ടത്? നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിലൊക്കെ വായിച്ചു, അനുസരണം വരേണ്ടത് സ്നേഹത്തിൽ നിന്നാണ്. നമ്മൾ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പിടിച്ചടക്കാൻ വേണ്ടി പറ്റും. സ്നേഹിക്കണമെങ്കിൽ സ്നേഹിക്കപ്പെടാൻ തക്കയാളായിരിക്കണം, അതല്ലേ? ദൈവം സ്നേഹമാകുന്നു എന്നുള്ള കാര്യം നമ്മൾ എത്രയധികം മനസ്സിലാക്കണം.
തൻ്റെ ഏകജാതനായ പുത്രനെ അവൻ മൂലം രക്ഷിക്കപ്പെടാൻ വേണ്ടി ഭൂമിയിലേക്ക് അയച്ച പിതാവിൻ്റെ സ്നേഹം, അത് നമ്മൾ എത്ര അധികമായി നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വാംശീകരിക്കുന്നോ, നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നോ, അതനുസരിച്ചാണ് നമുക്ക് കർത്താവിൻ്റെ വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും നമുക്ക് പിടിച്ചടക്കാൻ വേണ്ടി പറ്റുന്നത്. ഞാൻ ഈ സമയം ഒന്ന് വിചാരിക്കട്ടെ, നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? കർത്താവ് വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളെ പറ്റി, മുന്നറിയിപ്പുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കർത്താവ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കർത്താവ് വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്ത് സംഭവിക്കും? കർത്താവ് ഈ നിമിഷം വന്നാൽ ബൈബിൾ അനുസരിച്ച് നൊടിയിടയ്ക്കുള്ളിൽ നമ്മളെല്ലാം രൂപാന്തരപ്പെടും, നമ്മളെല്ലാം കർത്താവിന് കൂടി എടുക്കപ്പെടും, നമ്മളെല്ലാം വാനമേഘങ്ങളിലേക്ക് അങ്ങ് പോകും. എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ? അത് ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ടോ? ഓക്കെ, വിശ്വസിക്കണം കേട്ടോ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ് എങ്കിൽ, കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച വ്യക്തികളാണെങ്കിൽ, കർത്താവാണ് പറഞ്ഞത് കർത്താവ് വരും. എപ്പോന്ന് പറഞ്ഞിട്ടില്ല, ഏത് നിമിഷത്തിലും വരാം. വരുമ്പോഴും നമ്മൾ രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടും. പക്ഷേ നമ്മൾ വചനത്തിൽ വായിക്കുന്നു, 2 പേരൊരു കിടക്കയിൽ ഉണ്ടാവും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാള് അവശേഷിക്കും. 2 പേരൊരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ക്യാമ്പിൽ കൂടിക്കൊണ്ടിരിക്കും, 100% ആൾക്കാർ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. ചിന്തിക്കുന്ന സന്തോഷമാണ്. ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അയ്യോ ഇവരൊക്കെ പോയാലും ഞാൻ ചിലപ്പം പോവില്ല എന്ന് തോന്നുന്നവരാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? സ്വന്തം ചിന്തിക്കുക. കർത്താവ് വരുമ്പോൾ നാം എടുക്കപ്പെടണം. ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത സകല മനുഷ്യരും ഈ ഭൂമിയിൽ അവശേഷിക്കും. ബാക്കിയുള്ളവർ കർത്താവിനോടുകൂടി എടുക്കപ്പെടും. പിന്നെ ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത മഹാഭീതികരമായ കാര്യങ്ങളാണ്. അതും കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവിടെ ഉള്ളവരും മരിക്കും, എല്ലാവരും മരിക്കും, എല്ലാവരും കർത്താവിൻ്റെ മുന്നിൽ ഒരു നാളിൽ നിൽക്കും. അന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത എല്ലാവരും നിത്യനരകാഗ്നിയിലേക്ക് തള്ളപ്പെടും. ആ നിത്യനരകം എന്ന് പറയുന്നത് ഒരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല, ഒരു മനുഷ്യനും അങ്ങനെ ഊഹിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. നിത്യമായ നരകത്തിൽ തള്ളപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒരിക്കലും രക്ഷയില്ല. ആ ഒരു സത്യം നമ്മൾ ഓരോരുത്തരും അറിഞ്ഞാണ് നമ്മളെല്ലാം യേശുവിനെ കർത്താവായിട്ട് സ്വീകരിച്ചത്. കാരണം നമ്മൾ പാപികളാണ്, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്ത് കഴിഞ്ഞു. അത് നമ്മൾ വിശ്വസിച്ചു, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, നമ്മൾ വിശ്വസിച്ചു, നമ്മൾ രക്ഷ പ്രാപിച്ചു. എന്നെ ഇപ്പൊ കേൾക്കുന്ന ആരെങ്കിലും യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഈ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ കുരിശിൽ അർപ്പിക്കപ്പെട്ടത്. കുരിശിൽ തന്റെ ജീവനെ അർപ്പിച്ചതെന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ വിശ്വസിക്കണം. അത് നിങ്ങൾക്ക് ദാനമായി തരുന്ന ആ സ്വർഗം നിങ്ങൾ അവകാശമാക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? കർത്താവ് വരും. ഒന്നുകിൽ നമ്മൾ മരിക്കും, നമ്മുടെ ജീവിതം ഇവിടെ തീരും, നമ്മൾ അങ്ങ് ചെല്ലും. അല്ലെങ്കിൽ കർത്താവ് ഇങ്ങ് വരും. എപ്പോഴാണെങ്കിലും നമ്മൾ കർത്താവിനോട് കൂടെ ആയിരുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ തള്ളപ്പെട്ടു പോകുന്ന നിത്യനരകത്തിലേക്കാണ്. അതിനിടവരാൻ ഇന്ന് ഈ ക്യാമ്പിൽ ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് ആർക്കും ഇടയാവരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് ഇത് എന്നെ കേൾക്കുന്നവരാണെങ്കിലും ആരെങ്കിലും കർത്താവിനെ സ്വീകരിക്കാത്തവര് ഹൃദയപരമാർത്ഥതയോടെ ദൈവസന്നിധിയിലേക്ക് വന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിൽ നിന്നും പാപക്ഷമ പ്രാപിക്കാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേൽക്കും, കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചു കളയുമെന്നാണ്. അപ്പോൾ നമ്മൾ അത്തനേഷ്യസ് എന്ന സഭാപിതാവ് ഇതിനെപ്പറ്റി പറഞ്ഞത്, അദ്ദേഹത്തിന്റെ നിലപാട് നോക്കാം. സത്യത്തിന് നേരെ ലോകം മുഴുവൻ തിരിഞ്ഞാലും ഞാൻ സത്യത്തിന് വേണ്ടി ലോകത്തിനെതിരെ നിൽക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ചാൾസ് സ്പർജൻ എന്ന് പറഞ്ഞ ഫേമസ് ആയിരിക്കുന്ന സുവിശേഷൻ പറഞ്ഞു, സത്യത്തിന്റെ വേഷം കെട്ടിവരുന്ന വ്യാജത്തെ തിരിച്ചറിയുക, ലോകം സ്നേഹപൂർവ്വം പെരുമാറുമ്പോൾ ജാഗ്രത പാലിക്കുക, കാരണം അത് ചുംബനത്തിലൂടെ നമ്മെ വഞ്ചിച്ചേക്കാം. യേശുവിനെ ഒറ്റിക്കൊടുത്ത യുവദാസിനെ പോലെ. അപ്പൊ ചുംബനം ചെയ്ത് അത്രയും സ്നേഹത്തോടെ നമ്മളോട് ഓരോരുത്തർ അടുത്ത് വന്ന് ഓരോന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ജാഗ്രത പാലിക്കുക എന്നാണ്. ബില്ലി ഗ്രഹാം ഈ നൂറ്റാണ്ടിന്റെ സുവിശേഷകൻ പറഞ്ഞു, നമ്മുടെ മനസ്സും ഹൃദയവും ദൈവത്തിന്റെ സത്യത്താൽ നിറഞ്ഞിട്ടില്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യാജമതങ്ങളോ തത്വശാസ്ത്രങ്ങളോ ഒക്കെ ആ സ്ഥാനം പിടിച്ചടക്കും. അപ്പോൾ ഈ പ്രിയ ആൾക്കാരൊക്കെ പറഞ്ഞത് എന്താണ്? നമ്മുടെ ഹൃദയത്തെ ദൈവവചനത്താൽ ഉറപ്പിച്ചിരിക്കണമെന്നാണ്. ഇനി നമുക്ക് അല്പസമയം ബാക്കിയുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് 1-2 കാര്യം കൂടെ ചിന്തിക്കാം. ഒന്ന് പറയുന്നത്, നമ്മൾ ആ ഭാഗത്തു നിന്ന് തന്നെ വായിക്കുന്ന മറ്റൊരു മുന്നറിയിപ്പാണ്, ഉണർന്നിരിപ്പിൻ. നമ്മൾ ധാരാളം വചനം കേട്ടിട്ടുണ്ട് ഉണർന്നിരിപ്പിൻ എന്നുള്ളതുണ്ട്.
അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. മത്തായി 24:44, 42, 44 ആ വചനമുണ്ട്. മർക്കോസ് 13:35 ലൂക്കോസ് 12:37, 1 തെസ്സലോനിക്കർ 5:6. ഇങ്ങനെ പല ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ഉണർന്നിരിപ്പാൻ പറഞ്ഞതിന്റെ കാരണം കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്നറിയായതുകൊണ്ടാണ്. മർക്കോസ് 13:35 നമ്മൾ കാണുന്നത് ദാസന്മാരെ കാര്യങ്ങൾ ഫലമേൽപ്പിച്ചു പോയ ഒരു യജമാനെ പറ്റി കാണുന്നുണ്ട്. പരദേശത്ത് പോയ യജമാനൻ സന്ധ്യയ്ക്കോ രാത്രിയിലോ കോഴി പോകുന്ന സമയത്തോ രാവിലെയോ എപ്പോൾ വരികയെന്ന് അറിയുന്നില്ലാത്തതുകൊണ്ട് ഉണർന്നിരിപ്പിന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉണർന്നിരുന്നില്ലെങ്കിൽ എന്താ പറ്റുന്നത്? അവർ ഉറങ്ങിയതായിട്ട് കണ്ടാൽ അവന് തീർച്ചയായും ശിക്ഷ ലഭിക്കും. എന്താണ് ഈ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ, അല്ല എന്താണ് ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ, അത് ആത്മീയമായിട്ടുള്ളൊരു ഉണർവിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ. ഉറങ്ങുന്നവരെന്ന് പറയുന്നത് നമ്മൾ ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രകാശം ലഭിക്കാതെ ആ ഇരുട്ടിൽ ഉറങ്ങിക്കിടക്കുന്നവരാണ്. പാപത്തിൽ മരിച്ചു കിടക്കുന്നവരെ പറ്റിയാണ് ഉറങ്ങുന്നവരെന്ന് പറയുന്നത്. ആ കൂട്ടത്തിലല്ല നമ്മൾ കിടക്കേണ്ടത്. നമ്മൾ എണീക്കേണ്ടവരാണ്. യെശയ്യാവിൽ നമ്മൾ കാണുന്നില്ല, എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടവരാണ്. കാരണം യഹോവയുടെ തേജസ് നമ്മളിൽ ഉദിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ പ്രകാശിക്കേണ്ടവരാണ്. ഈ മരിച്ചു കിടക്കുന്ന അവരെ എല്ലാം എഴുന്നേൽപ്പിക്കാൻ തക്കവണ്ണം ഉള്ള വെളിച്ചം ലഭിച്ചവരാണ് നമ്മൾ. അപ്പൊ നമ്മളും അതുപോലെ ഉറങ്ങിക്കിടക്കാതെ നമ്മൾ ഉണരണം. നമ്മളിൽ ലഭിച്ച പ്രകാശം, തേജസ്സിന്റെ പ്രകാശം, സുവിശേഷത്തിന്റെ പ്രകാശം ഈ മരിച്ചു കിടക്കുന്നവർക്ക് പകർന്നു കൊടുക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ നമുക്ക് ഉണരണം. 1 തെസ്സലോനിക്കർ 5:6-7 നമ്മൾ കാണുന്നത്, നാം വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നതിനാൽ ഉറങ്ങാതെ ഉണർന്നും സുബോധവും ഉള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ഉറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എന്തെങ്കിലും ബോധമുണ്ടോ? ഇല്ല. ഉണർന്നിരിക്കുമ്പോഴാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്ക് ധാരണയും ബോധ്യവും ഒക്കെ ഉണ്ടാവുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ ഉണർന്നിരിക്കുന്നത്? നമ്മെ തന്നെ സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കണം. 1 പത്രോസ് 5:8 പറഞ്ഞിരിക്കുകയാണ്, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഇപ്പോഴും ആരെങ്കിലുമൊക്കെ ഉറങ്ങിയിരിക്കുന്നുണ്ടോ? ഉണർന്നിരിപ്പിൻ, എല്ലാ സഹോദരിമാരും ഉണർന്നിരിപ്പിൻ. കാരണം പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്നറിഞ്ഞ് ചുറ്റി നടക്കുകയാണ്. ഉണർന്നിരുന്നാൽ അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഉറങ്ങിപ്പോയ അറ്റാക്ഡ് ആയി പോവും. ഇനി ഉണർന്നിരിപ്പിൻ എന്ന് പറയുന്ന കൂടെ തന്നെ ചേർന്ന് പറയാവുന്നതാണ് ഒരുങ്ങിയിരിപ്പിൻ എന്നുള്ളത്. ഒരുങ്ങിയിരിപ്പിൻ അതും കർത്താവിന്റെ വരവിനോട് ചേർന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മത്തായി 24:44, ലൂക്കോസ് 12:40 പറയുന്നത് ഉണർന്നിരിക്കുന്ന ആളെക്കുറിച്ച് ഒരുങ്ങിയിരിക്കാനും കൂടി പ്രതീക്ഷിക്കുന്നതായിട്ടാണ്. അതായത് ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യാനുള്ളത് സമയബന്ധിതമായി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് 10 കന്യകമാരുടെ ഉപമയൊക്കെ നന്നായിട്ട് അറിയാം അല്ലേ. വിളക്കിൽ എണ്ണ കരുതി ഒരുങ്ങിയിരുന്നവര് കർത്താവിനോടുകൂടി സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു. ഒരുങ്ങാതെ ഇരുന്ന കന്യകമാര് അവർക്ക് എന്ത് വലിയ നഷ്ടബോധമാണല്ലേ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. നമുക്കും നഷ്ടബോധം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഒരുങ്ങിയിരിക്കാം. നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികൾ ഇപ്പം പലർക്കും എല്ലാവർക്കും തന്നെ പുറത്ത് ആൾക്കാരുണ്ടാവും അല്ലേ, വിദേശങ്ങളിൽ. അവർ വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ അവർ വരുമ്പം വരട്ടെ എന്ന് പറഞ്ഞാണ് നമ്മൾ ഇരിക്കുന്നത്. അവർ വരുന്ന കേൾക്കുമ്പോൾ നമ്മൾ ഒരുക്കമാണല്ലേ, എന്തൊക്കെ ഉണ്ടാക്കണം, എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ പോകണം എന്നുള്ളൊരു ഒരുക്കം നമ്മുടെ ഉള്ളിലുണ്ട്. എന്തുകൊണ്ടാണ് ആ ഒരുക്കം? നമ്മൾ അവരെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ കർത്താവിനെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുങ്ങും. നമ്മൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒരുങ്ങില്ല. നമ്മളങ്ങനെ ജീവിക്കും, നമ്മൾ ഒരുങ്ങത്തില്ല. അത്രയേ ഉള്ളൂ. നമുക്ക് മത്തായിയുടെ സുവിശേഷം 24:45 മുതൽ 51 വരെയുള്ള ഒരു ഭാഗം കൂടി വായിക്കാനുണ്ട്. അത് ഞാൻ വായിക്കാം. മത്തായി 24:45 മുതൽ 51. എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവനെ തനിക്കുള്ള സകലത്തിലും യജമാനനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാന്മാരോടുകൂടി തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവന് കപടഭക്തിക്കാരോടുകൂടി പങ്കു കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നമ്മളൊരു യജമാനെയും ദാസനെയും കണ്ടു. നമുക്കൊരു യജമാനുണ്ട്, യജമാനൻ പോയിരിക്കുകയാണ്, നമ്മളെ കുറെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ്, ഞാൻ തിരികെ വരും എന്ന് പറഞ്ഞു തന്നെയാണ് പോയിരിക്കുന്നത്. ഇവിടെയും കർത്താവിന്റെ വരവിനെ പറ്റി പറഞ്ഞ ഉപമയാണിത്. നമുക്ക് വളരെ പ്രസക്തമായ ഭാഗമാണ്. നമുക്കൊന്ന് നോക്കാം നമ്മൾ എന്താണ് ചെയ്തത്. 2 ദാസന്മാരെ പറ്റി, ദാസന്റെ 2 അവസ്ഥയെ പറ്റി പറഞ്ഞു. ആദ്യം
യജമാനൻ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കാൻ ഏൽപ്പിച്ച ദാസൻ എന്നാണ് പറയുന്നത്. ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ ഭക്ഷണം എടുത്ത് വിളമ്പി കൊടുക്കുന്നതായിരിക്കുമോ പറഞ്ഞിരിക്കുക? ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും, ചിലപ്പം അതെന്താണ് അന്നൊക്കെ ആണെങ്കിൽ ഞാറ് നട്ട് വിളവെടുത്ത് ഉണ്ടാക്കി ക്രമമായിട്ട് ആഹാരം കൊടുക്കുന്നതിനെ പറ്റി ആയിരിക്കാം, അതുപോലെ അത് പാചകം ചെയ്യുന്നതിനെ പറ്റി ആയിരിക്കാം. എന്താണെങ്കിലും അവിടെ ഒരു അധ്വാനമുണ്ട്. അപ്പോൾ അധ്വാനം എന്നുള്ള ഒരു കാര്യമാണ് ഞാനവിടെ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ പറയുന്നില്ല, കാരണം ഇന്നലെ 1 മണിക്കൂർ നമ്മൾ അധ്വാനത്തിന്റെ മഹത്വം നമ്മൾ, അല്ലെങ്കിൽ അതിന്റെ നീട് നമ്മൾ കേട്ടതാണ്. നമ്മൾ അതുകൊണ്ട് നമ്മുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒന്നും ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, നമ്മൾ നിറവേറ്റിക്കൊണ്ടേയിരിക്കണം. നമ്മളെ യജമാനെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ആ റോളില്, അമ്മ എന്ന റോളില്, ഭാര്യ എന്ന റോളില്, മകൾ എന്ന റോളില്, ഇനി ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ സ്ഥാപനത്തില്, സഭയിലെ സഹോദരിമാരെന്ന റോളില് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ക്രമമായി ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നമ്മൾ ഒരുക്കമുള്ളവരായിട്ടിരിക്കുന്നത്. യജമാൻ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് നമ്മൾ ഈ അപ്പസ്തോല പ്രവൃത്തികൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. കർത്താവിനോട് നിന്റെ വരവിന്റെ സമയം എപ്പോഴാണെന്നൊക്കെ ശിഷ്യന്മാർ ചോദിക്കുന്നു അപ്പസ്തോല പ്രവൃത്തികളിൽ. അപ്പം കർത്താവ് പറയുകയാണ്, പിതാവ് തൻ്റെ അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് എന്ന് പറഞ്ഞ് യഹൂദിയയില് ശമരിയയില് ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞ്? കർത്താവ് വരുന്നിടം വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു ജോലി എന്ന് പറഞ്ഞാൽ എന്തായിട്ടാണ് കർത്താവ് ഉദ്ദേശിച്ചത്? കർത്താവിന്റെ സാക്ഷികളായിരിക്കുക. സാക്ഷികൾ എന്ന് പറയുമ്പോൾ കർത്താവിനെ കുറിച്ച് നമ്മൾ എന്തറിഞ്ഞോ അത് നമ്മൾ കർത്താവ് പറഞ്ഞു കൊടുക്കുക. യേശുക്രിസ്തുവിന്റെ നിസ്തുലതയെപ്പറ്റി, കർത്താവിനോടുള്ള രക്ഷയെപ്പറ്റി, കർത്താവിന്റെ വർത്തമാനകാല പരിപാടിയായ സഭയെപ്പറ്റി, കർത്താവിന്റെ ഭാവികാല പരിപാടികളെ പറ്റിയൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതാണ് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയത്. എന്ന് മാത്രമല്ല, നമ്മളെ എന്തിനാണ് കർത്താവ് ക്രിസ്തുവിൽ സൃഷ്ടിച്ചത്? സൽപ്രവൃത്തികൾക്കായി, അല്ലേ? മുന്നൊരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം, ഇതിലെല്ലാം കൂടെ നമുക്ക് പറയാം, നമ്മൾ പ്രവർത്തന നിരതരായി കാണണം. കർത്താവ് വരുമ്പോഴും നമ്മൾ ഉറങ്ങാതെ ആലസ്യത്തിലിരിക്കാതെ പ്രവർത്തന നിരതരായി കാണണം. അതാണ് കർത്താവ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യജമാനൻ വരുമ്പോൾ നമ്മളെ വളരെ ബുദ്ധിമാനും നല്ലവനും ഒക്കെയായി ദാസൻ എന്നാണ് ആ ദാസനെ പറ്റി പറയുന്നത്. അതോ നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മൾ അങ്ങനെയാണോ? ഈ പറഞ്ഞ വേലകളിലെല്ലാം നമ്മൾ ഉത്സാഹത്തോടെ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? നമ്മളെ ഏൽപ്പിച്ചത് നമ്മൾ വിശ്വസ്തരാണോ? അതോ ഇനി മറ്റേയാളെ പറ്റി പോലെയാണോ? ദുഷ്ടദാസൻ. നമ്മൾ ആരെങ്കിലും ദുഷ്ടദാസന്മാരാണോ? നമ്മളെ അങ്ങനെ തന്നെ കരുതുന്നുണ്ടോ നമ്മൾ ദുഷ്ടദാസന്മാരാണെന്ന്? ഇല്ല, അല്ലേ? പക്ഷെ നമുക്ക് നോക്കാം, ദുഷ്ടദാസൻ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നേ? അവൻ ആദ്യം ചെയ്തത് യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്നറിഞ്ഞ് എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു എന്നാണ്. ഹൃദയത്തിൽ പറഞ്ഞു, ഇല്ലേ അങ്ങനെ ഇപ്പൊ യജമാൻ ഈ സമയത്തൊന്നും വരാൻ പോകുന്നൊന്നും ഇല്ല, യജമാനും വരും, കുറച്ച് കഴിഞ്ഞിട്ട് വരും, അതിനൊക്കെ അതിൻ്റെ സമയമുണ്ടല്ലോ, ഇനിയും സമയമൊക്കെ ഉണ്ട്. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്ന് നമ്മളെത്ര ചിന്തിക്കാം. ഇനിയും സമയമുണ്ട്, ഓക്കെ, ഇപ്പോഴൊന്നും അല്ല, ഇനിയും. ചിലർ പറയും യെരൂശലേമിലെ ദേവാലയം പണി കഴിപ്പിച്ചിട്ടില്ല, അത് പണി കഴിപ്പിച്ചപ്പോഴേ കർത്താവിന്റെ വരവ് വരുള്ളൂ എന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. യെരൂശലേമിലെ ദേവാലയം പണി കഴിപ്പിക്കാൻ 1 ദിവസമേ ആവശ്യമുള്ളൂ ഇസ്രായേലിന്. അത്രയ്ക്ക് ഏബിളാണ് ഇസ്രായേൽ. അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവർ ഹോമയാഗത്തിനുള്ള ചുമന്ന പശുവിനെ വരെ പല ബ്രീഡിലുണ്ടാക്കി വെച്ചിരിക്കുകയാണെന്നാണ് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ വരവിന് നമ്മൾ പ്രത്യേകിച്ച് കാലം ഒന്നും ഗണിക്കേണ്ടതില്ല. നമ്മൾ വിചാരിക്കണം കർത്താവ് ഏത് നിമിഷം വേണമെങ്കിലും വരും. അപ്പൊ ആ ഒരു ചിന്ത നമ്മളുടെ ഹൃദയത്തിൽ എപ്പോഴും തിങ്ങി നിൽക്കണം കേട്ടോ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും. ഇദ്ദേഹം എന്നിട്ട് ഈ ദാസൻ എന്ത് ചെയ്യുന്നറിയാവോ? കുടിയാന്മാരോട് കൂടി തിന്നു കുടിപ്പാൻ തുടങ്ങി. കർത്താവ് വരത്തില്ലല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ദാസനോട് എന്താണ് യജമാനൻ പറഞ്ഞേൽപ്പിച്ചത്? വീട്ടുകാർക്ക് തത്സമയത്ത് ആഹാരം കൊടുക്കാൻ. ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? കുടിയാന്മാരോട് കൂടി തിന്നു. അതായത് കൂട്ടുകാർ ഒന്നിച്ച് മേളിക്കാൻ തുടങ്ങി. അതല്ല പറഞ്ഞിരുന്നല്ലേ. അപ്പം നമ്മളൊന്ന് ചിന്തിക്കുക, ഈ ലോകത്തെ വ്യാപാരങ്ങളിൽ മുങ്ങിത്താഴ്ന്നു ഉല്ലസിച്ചും ഒക്കെയാണോ നമ്മുടെ ഓരോ ദിവസവും കഴിയുന്നത്? ഈ മത്തായിയുടെ ഈ ഭാഗത്ത് തന്നെ 24 തന്നെ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്, ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു എന്നാണ്. ഇന്നും നമ്മൾ നോക്കിയാലേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ തിന്നുക കുടിക്കുക അത് ഈ കാര്യം ഇത്ര വലിയ പ്രശ്നമാണ്? നമ്മളും ചെയ്യുന്നതല്ലേ, നമ്മൾ തിന്നുന്നില്ലേ? നമ്മൾ ഇവിടെ തന്നെ എത്ര നന്നായിട്ട് ആഹാരം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, അല്ലേ? കല്യാണം കഴിപ്പിച്ചു കൊടുക്കണ്ടേ കുഞ്ഞുങ്ങളെ? കല്യാണം കഴിക്കണം, കല്യാണം കഴിപ്പിക്കണം, ഇതൊക്കെ നമ്മുടെ നോർമൽ ലൈഫിൽ ആവശ്യമുള്ളതാണ്. അതല്ലേ അവരും ചെയ്തുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ദൈവം അവരെ അത് ദൈവത്തിന് അനിഷ്ടമായത്? എന്തുകൊണ്ടാണ് ലോകത്തിലുള്ള സകല മനുഷ്യരെയും ദൈവം നീക്കിക്കളഞ്ഞത്? ഇതാണ് അതിനകത്ത് മനസ്സിലാവുന്നത്. അവർ അത് മാത്രമേ ചെയ്തുള്ളൂ എന്നുള്ളതാണ്.
അവര് അത് മാത്രമേ ചെയ്തുള്ളൂ. ദൈവത്തിന് ഇഷ്ടമുള്ള ദൈവഹിതപ്രകാരമുള്ള ഒരു കാര്യം അവർ ചെയ്തില്ല. നോഹ പറഞ്ഞതൊന്നും അവർ വിശ്വസിച്ചില്ല. അതനുസരിച്ച് അവർ മാനസാന്തരപ്പെട്ടില്ല. നമ്മളും ചിന്തിക്കണം, നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ ജീവിക്കുന്നു, നമ്മൾ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാണോ, അതോ ലോകത്തിലുള്ള എല്ലാവരും ചെയ്യുന്നത് പോലെയുള്ള കോമൺ കാര്യങ്ങൾ മാത്രമാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, നമ്മൾ ഞായറാഴ്ച ഒരു ദിവസം നമ്മൾ ആരാധനയ്ക്കൊക്കെ പോകുന്നുണ്ടാവും, കഷ്ടപ്പെട്ട് അത്രയും സമയമൊക്കെ മാറ്റി വെക്കുന്നുണ്ടാവും. പക്ഷേ ബാക്കി 6 ദിവസം നമ്മൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? 6 ദിവസത്തിൽ ഏത് നിമിഷം വേണമെങ്കിലും കർത്താവ് വരാം അല്ലേ? നമ്മൾ ഈ 6 ദിവസം കർത്താവിൻ്റെ വേലയിൽ ജാഗരിക്കുന്നുണ്ടോ? സൽപ്രവർത്തികളിൽ ജാഗരിക്കുന്നുണ്ടോ? സുവിശേഷം അറിയിക്കുന്നതിൽ ജാഗരിക്കുന്നുണ്ടോ? നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ വിശ്വസ്തമായിട്ട് ചെയ്യുന്നുണ്ടോ? ലൂക്കോസ് 12:48 പറയുന്നതുകൊണ്ട് നമുക്ക് ഓർമ്മ വെക്കാം. അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവന് കുറേ അടികൊള്ളും. അറിയാതെയാണ് ചെയ്തെങ്കിൽ കുറച്ച് അടികൊള്ളൂ എന്നാണ് എൻ്റെ അർത്ഥം. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രയധികം ലഭിച്ചവരാണല്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മളെപ്പോലെ വചനവും വചന സന്ദേശങ്ങളും ബുദ്ധി ഉപദേശങ്ങളും ലഭിച്ച മറ്റൊരു ഗ്രൂപ്പില്ല. നമ്മളോട് കർത്താവ് അധികം ചോദിക്കും കേട്ടോ. നമ്മൾ ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ പോരാ. നമ്മളിപ്പോൾ എല്ലാവരോടും എന്നല്ല ഞാൻ പറയും, പക്ഷെ ഏതൊരു വ്യക്തിക്കും ഇനിയൊരു വളർച്ച ആവശ്യമുണ്ട്. നമ്മൾ ഇപ്പം എന്തായിരിക്കുന്നുവോ അതിൽ ഒരു സ്റ്റെപ്പ് കൂടി നമ്മൾ കൂടുതലായിട്ട് ആക്റ്റീവായിട്ടിരിക്കേണ്ട ആവശ്യമുണ്ട് കർത്താവിൻ്റെ പരിപാടിയിൽ. കാരണം കർത്താവ് വരുമ്പോൾ നമ്മളെ അങ്ങനെ വേണം കാണാൻ, നമ്മൾ ലജ്ജിച്ചു പോകാൻ ഇടവരാതിരിക്കണം. ഇനി നമ്മൾ അങ്ങനെ അങ്ങ് ജീവിച്ചു പോയാലേ ഈ കുടിയന്മാരോട് കൂടി തിന്നു കുടിപ്പാൻ തുടങ്ങിയ ആള് പിന്നെ നമ്മൾ കാണുന്നത് അവന് കൂട്ടുദാസന്മാരെ അടിക്കാൻ തുടങ്ങിയെന്ന് കൂടി കാണുന്നുണ്ട്. അടിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ പാപം ചെയ്യാൻ തുടങ്ങിയല്ലേ? അവൻ ചെയ്യേണ്ടത് ചെയ്തില്ല, ചെയ്യേണ്ടാത്തത് ചെയ്തുകൊണ്ടിരുന്നു, അവൻ മേളാങ്കിച്ചൊക്കെ നടന്നു, പിന്നെ അവൻ പാപപ്രവർത്തികളിലേക്കും കൂടെ കടന്നു പോയതായിട്ടാണ്. അപ്പം നമ്മൾ പ്രത്യേകം ചിന്തിക്കുക. നമുക്കറിയാം, നമ്മൾ പാപമില്ല എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി. ശരിയാണ്, നമ്മൾ പാപം ചെയ്തു പോകാൻ സാധ്യതയുള്ള മനുഷ്യർ തന്നെയാണ്. പക്ഷെ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ ചിന്തിക്കണം, നമ്മൾ കർത്താവ് ഈ നിമിഷം വന്നാൽ നമ്മളെ എങ്ങനെയുള്ളവരായിട്ടാണ് കാണുന്നത്? ഈ കൂട്ടു സഹോദരന്മാരെ അടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ട് ആ യജമാനൻ വന്നാലുള്ള അവസ്ഥ എന്താ? അതായത് പാപത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ യജമാനൻ വന്നാൽ അവസ്ഥ എന്താണ്? നമുക്ക് സന്തോഷത്തോടെ കർത്താവിനെ വരവേൽക്കാൻ പറ്റുമോ? നമുക്കൊന്ന് പരിശോധിക്കണം. നമ്മൾ കാണുന്ന കാര്യങ്ങൾ, ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനം ഒരു മനുഷ്യനെ പാപത്തിൽ വീഴിക്കാനൊന്നും മറ്റൊന്നും ആവശ്യമില്ല. അത് പ്രായഭേദമന്യേ. നമ്മളോർക്കും കൊച്ചു പിള്ളേർ, ടീനേജേഴ്സ് ഒക്കെയാണ് അതിൻ്റെ പുറകെ പോകുന്നതെന്ന്. പക്ഷേ വന്ന് ഇപ്പോൾ സഹോദരിമാരും ഒക്കെ അതിൻ്റെ അഡിക്റ്റാണ്. ഈ നമ്മൾ കാണുന്ന കാര്യങ്ങൾ കർത്താവിനെ കൂടി ഇരുത്തി കാണാൻ പറ്റുന്നതാണോ? നമ്മൾ ചിന്തിക്കണം. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ആസ്വദിക്കുന്ന കാര്യങ്ങൾ കർത്താവിനും കൂടി ഇരുന്ന് ആസ്വദിക്കാമോ? നമ്മൾ ചെയ്യുന്നത് പോലെ ആയിരിക്കുമോ ആ പർട്ടിക്കുലർ സാഹചര്യത്തിൽ കർത്താവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നത്? ഇതൊക്കെ നമ്മൾ ചോദിക്കണം. ഇതിങ്ങനെ നമ്മൾ ചോദിക്കുമ്പം അല്ലല്ലോ എന്നാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിൽ കർത്താവ് വരുമ്പോൾ നമ്മൾ നടുങ്ങി പോകും. നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഭയങ്കര റീൽസൊക്കെ ഉണ്ട്, ഇങ്ങനെ പെട്ടെന്ന് വരുന്നല്ലേ, സർപ്രൈസ് വിസിറ്റ് കൊടുക്കുകയാണ് വീട്ടുകാർ. ഇപ്പം പുറത്തൊരു മകനുണ്ടെങ്കിൽ അവൻ മിണ്ടത്തില്ല ആരോടും, ഇങ്ങ് കയറി വരും, നിപ്പില്ലെങ്കിൽ വീട്ടിലേക്ക് കയറി വരും. ഒരു കൂട്ടുകാരനുണ്ടാവും വീഡിയോ പിടിക്കാൻ. അപ്പോൾ അപ്പൻ്റെ സന്തോഷം, അമ്മയുടെ സന്തോഷം, ഒരു പ്രത്യേക സന്തോഷമാണ്. പിന്നെ അത് റീൽസ് എടുത്ത് എല്ലാവരും ലോകം മുഴുവൻ കാണിക്കും. ഭയങ്കര രസമാണ് കാണാൻ. ഞാനും അങ്ങനെ ഒരാളുടെ കണ്ടു. പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചിരിക്കും, ഒരു ഭർത്താവ് വിചാരിക്കുക, ഞാൻ സർപ്രൈസ് ആയിട്ട് വീട്ടിലേക്ക് ചെല്ലാം, എൻ്റെ ഭാര്യ ഇങ്ങനെ എപ്പോഴും എന്നെ വിളിച്ച് നിങ്ങൾ എപ്പോഴാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയില്ലേ എന്ന്. ഭർത്താവ് എന്താ സർപ്രൈസ് ആയിട്ട് വരാമെന്ന് വിചാരിച്ച ഒരു ദിവസം വൈകുന്നേരം വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭർത്താവ് കണ്ട കാഴ്ച വല്ലാത്ത കാഴ്ചയായിരുന്നു. ഭർത്താവ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംതിങ് എന്തോ അവിടെ നടക്കുന്നുകൊണ്ടിരിക്കുന്നു. അത് കണ്ട് ഭർത്താവ് ഞെട്ടിപ്പോയി. അതിലും കൂടുതൽ ഞെട്ടിയത് ആരായിരിക്കും? ഭാര്യയായിരിക്കും അല്ലേ? അപ്പം കർത്താവ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഞെട്ടിപ്പോകാതിരിക്കണമെങ്കിൽ കർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ തന്നെ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ 24 മണിക്കൂറും നമ്മൾ വ്യാപൃതരായിരിക്കണം. കാരണം ചിലപ്പോൾ ഉറക്കത്തിൽ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കും കർത്താവ് വരുന്നത്. അങ്ങനെ പറഞ്ഞില്ലേ? 2 പേര് കട്ടിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും അല്ലേ? നമ്മൾ ഉറങ്ങുമ്പോഴായിരിക്കാം, നമ്മൾ ജോലി ചെയ്യുമ്പോഴായിരിക്കാം, ഏത് സമയത്തും വരാം. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ പരിശോധിക്കണം. നമ്മളിനിയിപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റുകളാണ്, ഏതാനും മിനിറ്റുകൾ മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. നമുക്കൊരു നിമിഷം പറ്റുമെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. ഉറങ്ങുന്നവരൊക്കെ ഒന്ന് ഉണർന്നിരുന്ന് ഒന്ന് കണ്ണുകളെ അടയ്ക്കുക. നമ്മുടെ കണ്ണുകളെ അടച്ചിട്ട് നമ്മൾ എന്തെല്ലാം വചനഭാഗങ്ങളിൽ നിന്ന് കേട്ടു, ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മൾ നടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യമാണ്. നമുക്ക്
നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാവരും അതായത് രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരുമായ എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ വീഴ്ചകൾ, പരാജയങ്ങൾ, കുറവുകൾ ഒക്കെ നമുക്ക് ഏറ്റുപറയാം. 1 യോഹന്നാൻ 1:7 നാം പഠിച്ച ആ വചനമുണ്ടല്ലോ, അത് നമുക്ക് പ്രാവർത്തികമാക്കാം. നമ്മുടെ പാപങ്ങൾ കർത്താവെ നമുക്ക് കാണിച്ചു തരണമേ എന്നുള്ള മനോഭാവത്തിൽ നമ്മുടെ മനസ്സിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ട വചനഭാഗത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊത്തുകൊണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കർത്താവിൻ്റെ സന്നിധി ഏറ്റുപറയാം. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയാം. നാം പാപം ചെയ്തിട്ടില്ല എന്നാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. എന്നാൽ പാപങ്ങളെ നാം ഏറ്റുപറഞ്ഞാൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. നമ്മൾ ഈ 2 ദിവസത്തെ ക്യാമ്പിൽ ചെലവഴിച്ച സമയങ്ങളിൽ നമ്മൾ ക്രിസ്ത്യനായിട്ട് 1 യോഹന്നാൻ 5 അധ്യായങ്ങൾ പഠിച്ചതൊക്കെ നമ്മുടെ വിശുദ്ധീകരണത്തിന് കാരണമാകട്ടെ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ലല്ലോ. നമ്മുടെ ആത്മാവിലെ കറകളെല്ലാം കർത്താവിൻ്റെ പുണ്യാഹ രക്തത്തിൽ കഴുകിക്കളഞ്ഞ് ഏറ്റവും വെടിപ്പുള്ളവരായിട്ട്, തിളക്കമുള്ളവരായിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഒരു നിമിഷം നമുക്ക് ആത്മാർത്ഥമായി നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ചുറ്റുമുള്ളവരെ നമുക്ക് ശ്രദ്ധിക്കേണ്ട. നമ്മുടെ മുന്നിൽ മഹത്വാനായ കർത്താവിനെ നമുക്ക് കാണാം. അവിടുത്തെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളാൽ അവിടുന്ന് നമ്മളെ നോക്കുന്നു. അവൻ്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. നമ്മെ ഓരോരുത്തരെയും പൂർണ്ണമായി അറിയുന്നവനാണ് അവൻ. മറ്റുള്ളവർക്ക് നമ്മളെ അറിയാൻ സാധിക്കില്ല, നമുക്ക് തന്നെയും ചിലപ്പോൾ അറിയില്ല. പക്ഷെ നമ്മെ പൂർണ്ണമായും അറിയുന്ന ആ കർത്താവിൻ്റെ മുന്നിൽ നമ്മളായിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നവനാണ് അവൻ. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. നമ്മുടെ പാപങ്ങളെ, നമ്മുടെ വീഴ്ചകളെ നമുക്ക് അവനോട് സമ്മതിക്കാം. ലോകമെമ്പാടും ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്ന ഈ സമയത്ത് നമുക്കത് ഗുഡ് ഫ്രൈഡേ ആയിട്ട് മാറട്ടെ. നമ്മുടെ ഹൃദയത്തെ കർത്താവിൻ്റെ ആ കുരിശിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് വെക്കാം. കർത്താവിൻ്റെ പാപപരിഹാര ബലിയിൽ നമുക്ക് വിശ്വസിക്കാം. ഇതുവരെ ഈ രീതിയിൽ കർത്താവിനെ വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ലാത്ത പ്രിയപ്പെട്ടവർ, ഈ സമയം നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. അവിടുന്ന് ആ കുരിശിൽ കിടക്കുന്നത്, ആ ദാരുണമായ പീഡകൾ സഹിച്ചത്, തൻ്റെ ശരീരത്തിൽ നിന്നൊഴുകുന്ന ആ രക്തം, തൻ്റെ ജീവൻ, അതൊക്കെ നമുക്ക് വേണ്ടിയിട്ടായിരുന്നു. കർത്താവ് പാപം ചെയ്യാത്തവനാണ്, അവൻ പാപം അറിയാത്തവനാണ്, അവൻ ദൈവപുത്രനാണ്. എന്നിട്ടും നമ്മളുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരം ചെയ്യുവാൻ, നമ്മൾ മരിക്കേണ്ടിടത്ത് നമ്മുടെ മരണത്തെ ഏറ്റെടുക്കുവാൻ, നമ്മൾ നിത്യനരകത്തിൽ പോകാതെ നിത്യജീവൻ അവകാശികളായി തീരുവാനായിട്ടാണ് യേശു ക്രിസ്തു ദൈവപുത്രൻ ഭൂമിയിൽ വന്നതും ഈ കുരിശിൽ മരിച്ചതും. അത് നമുക്ക് വിശ്വസിക്കാം. തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നുള്ള വലിയ പ്രഖ്യാപനം, ആരും ഇതുവരെ പറയാത്ത പ്രഖ്യാപനം, ആർക്കും പറയാൻ കഴിയാത്ത പ്രഖ്യാപനം, അത് നമുക്ക് വിശ്വസിക്കാം. ഈ നിമിഷം തന്നെ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് നിത്യജീവൻ അവകാശമുണ്ട്. നിങ്ങളുടെ സകല പാപങ്ങളും കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വിശുദ്ധീകരണം ദൈവം തന്നിട്ടുണ്ട്. കാരണം നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു. അവിടുന്ന് നിങ്ങൾക്കൊള്ളേണ്ട അടികളൊക്കെയും അവിടുന്ന് കൊണ്ടു. നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിച്ച പാപങ്ങൾക്ക് പകരം അവിടുത്തെ ഹൃദയം കുന്തത്താൽ കുത്തിത്തുളയ്ക്കപ്പെട്ടു. നിങ്ങളുടെ തലയിൽ നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയ പാപങ്ങൾക്ക് പകരമായി കർത്താവിൻ്റെ തിരുത്തലയിൽ മുൾമുടികൾ ആഞ്ഞിറക്കപ്പെട്ടു. നിങ്ങളുടെ ജീവിതം, നിങ്ങളെന്ന വ്യക്തി ആ നിത്യനരകത്തിൽ നിത്യയാതനയിൽ പോയി കിടക്കേണ്ടതിന് പകരം കർത്താവ് ആ കുരിശിൽ കിടന്നുകൊണ്ട് അലറിക്കരഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്തുകൊണ്ട് എന്നെ കൈവിട്ടുവെന്ന്. അതെ, നമ്മൾ ഓരോരുത്തരും കൈവിടപ്പെടേണ്ട ആ ഒരു അവസ്ഥ കർത്താവ് ഏറ്റെടുത്തു. പാപിയായ മനുഷ്യന്റെ അവസ്ഥ കർത്താവ് ഏറ്റെടുത്തു. നമ്മുടെ പാപങ്ങളുടെ പരിഹാരം കർത്താവ് ചെയ്തു. നമ്മൾക്ക് നിത്യജീവന്റെ അവകാശം തന്നു, സ്വർഗത്തിന്റെ അവകാശം തന്നു, ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാനുള്ള അവകാശം നമുക്ക് ദൈവം തന്നു. ഇത് സ്വീകരിച്ചിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്തുതിച്ച് നന്ദി പറയാം. ഇത് സ്വീകരിക്കുവാനായിട്ട് കഴിയുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷദാനമാണെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ. നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമ്മൾ കേട്ട കാര്യങ്ങൾ നമുക്കൊന്നുകൂടി ചിന്തിച്ചു നോക്കാം. നമ്മൾ ദുരുപദേശങ്ങളാകുന്ന കൊടുങ്കാറ്റിൽപ്പെട്ട് നമ്മൾ കള്ളക്രിസ്തുക്കളുടെയും കള്ളപ്രവാചകന്മാരുടെയും തന്ത്രങ്ങളിൽ കുടുങ്ങി നമ്മുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോകാതിരിക്കാൻ
ചഞ്ചല ചിത്തരായി പോകാതിരിപ്പാൻ, ദൈവത്തെ പ്രസാദിപ്പിച്ചും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായും ജീവിക്കാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ സാന്നിധ്യവും സമാധാനവും അനുഭവിച്ച് ഏറ്റവും നല്ല വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മളിന്ന് പാടിയതുപോലെ മണവാട്ടി സഭയെ ചേർക്കാൻ വരുമ്പോൾ ആ കാന്തനെ എതിരേൽക്കുന്ന അത്യാഹ്ലാദത്തോടെ കാന്തനെ എതിരേൽക്കുന്ന ഒരു മണവാട്ടിയെ പോലെ സ്വർഗീയ കാന്തനെ എതിരേൽക്കാൻ ആ ന്യായവിധി ദിവസത്തിൽ കൊള്ളാം നല്ലവളും വിശ്വസ്തയുമായ ദാസിയെ എന്ന് ആ വിളി കേൾക്കാനും സർവകൃപാലുവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകുമാറാകട്ടെ.